സ്ത്രീയെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ കാണുമ്പോൾ അട്രാക്ഷൻ തോന്നുന്നു, നാച്ചുറൽ ആണല്ലോ. അപ്പൊ ആ വ്യക്തിയോട് അങ്ങനെ പറയാൻ പറ്റും ഐ ലൈക്ക് ടു സെക്സ് വിത്ത് യു അങ്ങനെ പറയാൻ പാടും? ആ സ്ഥലത്ത് മറ്റേതല്ല, മോഹൻലാലിന്റെ മുഖം കൊണ്ട്, അദ്ദേഹത്തിന് പിരിയം കൊണ്ട്, കണ്ണുകൊണ്ട്, മൂക്കിന്റെ തുമ്പ് കൊണ്ടൊക്കെ അഭിനയിക്കുമായിരുന്നു. ആ സാധനം കാണുന്നില്ല. ഇപ്പൊ ശരീരം കൊണ്ട് മാത്രമേ അദ്ദേഹം അഭിനയിക്കുന്നുള്ളൂ. ശബരിമല പോയി എനിക്കതൊന്നും ഒരു ആധുനിക മനുഷ്യനെ അല്ല അയാള്. അത് ഈ പറയുന്ന മമ്മൂട്ടി ഇവരെല്ലാം അത് തന്നെയാണ്. ഈ ആള് അവരെ ഒരു ലെയർ അല്ല. ഞാൻ ബ്രെയിൻ ഡെവലപ്മെന്റിന് നല്ലതാണെന്നാണ് പറഞ്ഞത്. നല്ലതാണോ അല്ലയോ എന്നുള്ള കാര്യം ഇയാൾക്ക് അറിയാവോ? അറിഞ്ഞൂടാ. അപ്പൊ അറിഞ്ഞൂടാലോ. മൈത്രൻ വന്ന ഫ്രീ തിങ്കറിനെ ഇന്റർവ്യൂ ചെയ്യുന്ന നല്ലൊരു അനുഭവമായി മാറട്ടെ. ഓക്കെ. ഷാറിന്റെ ഒരു വീഡിയോസ് ഞാൻ കണ്ടു. ഷാറിന് ഈ എത്തീസ്റ്റ് ആണല്ലോ. ഇപ്പൊ പലരും ബിലീഫ് ഉണ്ട്, ദൈവത്തെ ബിലീവ് ചെയ്യാം, അഗ്നോസ്റ്റിസം ഉണ്ട്, എത്തീസ്റ്റും ഉണ്ട്. ഷാർ എത്തീസ്റ്റ് ആണ് ഞാൻ കേട്ടത്. എത്തീസ്റ്റ് ദൈവമില്ല ഷാർ എങ്ങനെ ജസ്റ്റിഫൈ ചെയ്യുന്ന? ഞാൻ ജസ്റ്റിഫൈ ചെയ്യുന്നതല്ല, മനുഷ്യരുണ്ടാക്കിയതാണ് ദൈവം എന്ന് പറഞ്ഞ സങ്കല്പന കൺസെപ്റ്റ് എന്ന് അറിയാവുന്നുണ്ട്. റിലീജിയനും അങ്ങനെയല്ലേ? മതം എല്ലാം മനുഷ്യ നിർമ്മിതം ഉണ്ടാക്കിയതാണെന്ന് അറിയുന്നുണ്ട്. മനുഷ്യനുണ്ടാക്കിയതാണ്. മനുഷ്യനിർമ്മിതമായ സങ്കല്പനങ്ങൾ, കൺസെപ്റ്റ്സ് ആണ്. അപ്പൊ ഈ എന്താണ് ഈ സെക്ഷൻ സംഭവം നമ്മുടെ കേരളത്തില് കേരളത്തില് ഇന്ത്യയിലാണെങ്കിലും ഒരു ടാബു കണക്കാക്കുകയാണ്, സംസാരിക്കാൻ പാടില്ല. അതിന് പിന്നെ റിലീജിയൻ ആണോ കാരണം, മതങ്ങളാണോ കാരണം? എന്തിന്റെ കാര്യം? ഏത് സെക്ഷന് വിഷയം കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയില് അങ്ങനെ സംസാരിക്കുന്ന പോലും ടാബു ആണ്, സംസാരിക്കാൻ അത് മതങ്ങൾ ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണോ? മതങ്ങൾ എന്നുള്ളതല്ല, മനുഷ്യരെ നിയന്ത്രിക്കാൻ വേണ്ടി കണ്ടുപിടിച്ചിട്ടുള്ള പല കാര്യങ്ങളിൽ ഒന്നാണ് എന്ന് പറഞ്ഞാല് ലൈംഗികമായ ബന്ധങ്ങള് രണ്ട് വ്യക്തികൾ തമ്മിൽ ചെയ്തിരുന്നതാണ്. ഒരു ഗോത്രത്തിനകത്തുള്ള ആൾക്കാർ തമ്മിൽ ചെയ്തിരുന്നത്, അല്ലെങ്കിൽ അന്യ ഗോത്രങ്ങളിലുള്ള ആൾക്കാർ തമ്മിൽ ചെയ്തിരുന്നത്. അതിനകത്ത് ഒരു സ്ത്രീയും പുരുഷനുമായിരിക്കുന്ന ആൾക്കാർ തമ്മിൽ അവരുടെ സെലക്ഷൻ ആയിരുന്നു. അത് നിയന്ത്രിതമാക്കുന്നത് ഒരു വിഭാഗം വേറെ വിഭാഗത്തിനെ പിടിച്ചു കൊണ്ടുവന്ന് അടിമകളാക്കി ജോലി ചെയ്യിക്കാൻ തുടങ്ങിയപ്പോൾ അടിമകളായിരിക്കുന്ന ആൾക്കാരിലുള്ള അവരുമായി മേൽത്തട്ടിലുള്ള സ്ത്രീകൾ ബന്ധമുണ്ടാക്കുന്ന സമയത്താണ് അത് നിയന്ത്രിക്കപ്പെടാൻ തുടങ്ങിയത്. രണ്ട് തട്ടിലുള്ള മനുഷ്യരുള്ളപ്പം നമ്മുടെ കൂടെ ഞാൻ കുഞ്ഞ് അമ്മ പ്രസവിക്കുന്ന വഴിയാണ് ഉണ്ടാകുന്നത്. ആ അമ്മ അല്ലാതെ ഈ അച്ഛൻ എന്ന് പറയുന്ന ആ വ്യക്തി അന്ന് നമുക്ക് അങ്ങനെ അറിയുന്നില്ല. ലോജിക്കലായിട്ട് നമ്മൾ ഇന്ന് വിചാരിക്കുന്ന പോലെ അവരുടെ ലൈംഗിക ബന്ധം കഴിഞ്ഞാൽ പിറ്റേന്ന് ഉടനെ തന്നെ കുട്ടി ഉണ്ടാകുമായിരുന്നെങ്കിൽ അങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അമ്മ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങൾ മാത്രമായിട്ടായിരുന്നു. അപ്പം അമ്മയുടെ കുട്ടിയായി മാറുന്നത് മറ്റവരുമായിട്ടുള്ള ഇതിനകത്തൊരു വലിയ ഒത്തിരി വർഷമായിട്ടുള്ള പ്രോസസ്സ് കൊണ്ട് പുരുഷന്മാരാണ് ഈ കുട്ടികളെ ഉണ്ടാക്കാൻ അതിനകത്ത് ഒരു കാരണമായി മാറുന്നതെന്നുള്ളതും ലോജിക്കലി കാര്യ സംബന്ധത്തോടെ നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. ആ തിരിച്ചറിയുമ്പോൾ തൊട്ടാണ് ആ നിയന്ത്രണങ്ങൾ വരുന്നത്. അപ്പൊ താഴ്ത്തട്ടിലുള്ള പുരുഷനും മേൽത്തട്ടിലുള്ള സ്ത്രീയും തമ്മിലുള്ള ബന്ധം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി നിയന്ത്രണങ്ങൾ ആരംഭിച്ചത് പിൽക്കാലത്ത് അവരുടെ പലതരത്തിലെ നിയന്ത്രണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എങ്ങനെ ജീവിക്കണം, എങ്ങനെ നടക്കണം, എന്ത് ഉപയോഗിക്കണം എന്ന് പറയുന്ന തരത്തിലുള്ള നിയന്ത്രണങ്ങൾ വരെ. അപ്പൊ അടിമകളെ നിയന്ത്രിക്കാൻ പഠിച്ചത് പൊതുവെ തട്ട് സമൂഹം എന്ന് പറഞ്ഞാൽ ഹെറാർക്കിക്കലായ സമൂഹത്തിന്റെ നിർമ്മാണത്തിനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായതാണ് ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങളെല്ലാം. അത് ഇപ്പം ഇന്ത്യ പോലുള്ള ഒരു രാജ്യം എന്നുള്ള ഇന്ത്യയിൽ ഇപ്പോഴും ഹെറാർക്കി അങ്ങനെ തന്നെ തുടരുന്നു എന്നുള്ളതുകൊണ്ട് അത് ശക്തമായിട്ട് നിൽക്കുന്നു എന്നുള്ളത് മാത്രമാണ്. അത് ഏത് ട്രഡീഷണൽ സൊസൈറ്റിയിൽ പോയാലും നമ്മളിത് കാണും. ഈ ഇന്ത്യയെ നശിപ്പിച്ചിട്ട് ബ്രാഹ്മണിസ്റ്റാണ് പറഞ്ഞാൽ സമ്മതിക്കുമോ? അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യമൊന്നും ഇല്ല. അത് ആദ്യമേ തന്നെ നമ്മൾ മനസ്സിലാക്കണം. ആധിപത്യം ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ച് ആധിപത്യത്തോടെ മറ്റുള്ളവരെ അടക്കി ഭരിക്കാൻ ശ്രമിക്കുന്ന സമൂഹങ്ങളിനകത്ത് ജനാധിപത്യപരമായിട്ടുള്ള ത്രൈവിങ്, എല്ലാവരും ഇഷ്ടം പോലെ പ്രവർത്തിക്കാൻ കഴിയുന്നവരായി മാറത്തില്ല. കുറച്ച് ആൾക്കാർക്ക് മാത്രമുള്ള ഏരിയ ആയിട്ട് അങ്ങനത്തെ ഏത് ആശയവും നിലനിൽക്കുന്ന സമൂഹം മുഴുവനും പ്രശ്നമാണ്. അത് ഇന്നും ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് ഇന്ത്യ. അവിടെയാണ് നമ്മൾ ഈ ബ്രാഹ്മണിസം എന്ന് പറയുന്നത് ഈ തട്ട് സമൂഹത്തിന്റെ ന്യായം പഠിപ്പിക്കുന്നതാണ്. അതെല്ലാ മതങ്ങളിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ ആ മതങ്ങളിനകത്ത് ഇന്നും ഏറ്റവും ശക്തമായി തുടരുന്ന ഒരു പ്രദേശമാണ് ഇന്ത്യ. അതുകൊണ്ട് ഇവിടുത്തെ ഈ ആശയം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണിസം നമ്മൾ പറയുമ്പോൾ അതിനാണല്ലോ നമ്മൾ സനാതന ധർമ്മം എന്ന് പറയും. അത് ഹെറാർക്കിക്കൽ മൂല്യങ്ങൾ പഠിപ്പിക്കുന്നതാണ്. അത് നിലനിർത്താനുള്ള ആശയങ്ങൾ പഠിപ്പിക്കുകയും അതിന്റെ ട്രെയിനിങ് സെന്റേഴ്സ് ആയിട്ട് നമ്മൾ ഈ കാണുന്ന ഈ ആരാധനാലയങ്ങൾ മുഴുവൻ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പം നമ്മൾ ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായി ഒരു ഇന്ത്യ രാജ്യം ഉണ്ടായപ്പോൾ അതിന് ഏറ്റവും തടസ്സമായിട്ട് നിൽക്കുന്നത്
ബ്രാഹ്മണിസം തന്നെയാണ്, സംശയമൊന്നും. ഈ എത്തിക്സ് പൊതുവെ റിലേറ്റീവ് അല്ലേ, അല്ലാതെ യൂണിവേഴ്സിറ്റി ആയിട്ട് എത്തിക്സ് അല്ലല്ലോ. ധാർമ്മികത പറഞ്ഞാൽ ഓരോ സ്ഥലത്തും ഓരോ പോലെയല്ല, മാറിക്കൊണ്ടിരിക്കില്ല. എത്തിക്സ് എന്ന് പറയുന്നത് ജനിതകമായി രൂപപ്പെടുന്ന ജീവിത രീതിയിലകത്ത് നമ്മൾ എത്തിക്സ് എന്ന് പറയുന്ന കാര്യത്തിന് കുറേ കാര്യങ്ങൾ കാണും. അതല്ല നമ്മൾ സത്യത്തിൽ നമ്മൾ എത്തിക്സ് എന്ന് പറയുന്നത്. എത്തിക്സ് എന്ന് പറയുന്നത് ഒരു സമൂഹം എങ്ങനെ ജീവിക്കണം എന്ന് ഒരു കോഡ് ഓഫ് കോണ്ടാക്ട് ഉണ്ടാക്കും. കോഡ് ഓഫ് കോണ്ടാക്ട് അത് ലോകം മുഴുവൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ മതപരമായിട്ടുള്ള ആചാരങ്ങളിലൂടെ പഠിപ്പിക്കുന്നത്. ഈ എങ്ങനെ നിങ്ങൾ ജീവിക്കണം ആ പഠിപ്പിക്കുന്ന ഇത് നിയമങ്ങളുണ്ടായി. അതുകൊണ്ടാണ് ആദ്യകാലത്തെ 10 നിയമം എന്ന് പറഞ്ഞു പഠിപ്പിക്കുക. അങ്ങനെ നിയമം ഉണ്ടാക്കണം. ആ നിയമങ്ങൾ ഉണ്ടാക്കി തുടങ്ങുമ്പോൾ തൊട്ട് എത്തിക്സ് രൂപപ്പെടും. ആ നിയമം അനുസരിച്ചാണ് ശരിയും തെറ്റും ഉണ്ടാകുന്നത്. അതുവരെ തെറ്റും ശരിയുമില്ല, പ്രവൃത്തികളേ ഉള്ളൂ. ഒരു പ്രവൃത്തി ശരിയും തെറ്റുമായി മാറണമെങ്കിൽ അതിനൊരു മെഷറിങ് മെക്കാനിസം ഉണ്ടായേ പറ്റും. ഇപ്പൊ ലോകം എങ്ങനെ ഇരിക്കണം, ആളുകൾ എങ്ങനെ ഇരിക്കണം, നാടെങ്ങനെ നടക്കണം എന്ന് പറയുന്ന മെഷറിങ് മെക്കാനിസത്തിനെയാണ് നമ്മൾ എത്തിക്കൽ ലോസ് എന്ന് പറയുന്നത്. ലോകത്തെ ഒരു നിയമം ഉണ്ടാകുന്നത് വരെ ഒരു പ്രവൃത്തിയും തെറ്റുമല്ല ശരിയുമല്ല, ഒരു പ്രവൃത്തി മാത്രമാണ്. ആ പ്രവൃത്തിയെ ന്യായം നിലനിൽക്കണോ വേണ്ടായോ എന്നുള്ളത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് അതിർത്തികൾ നിർണ്ണയിക്കുന്ന പോലെ ഒരു വര വരച്ച് ഇതിനപ്പുറം എന്റേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ വര ക്രോസ് ചെയ്യുമ്പോൾ തെറ്റും ശരിയായിരുന്നു. സാറിന് ഓഷോയെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ഓഷോ ജെന്യുവൻ പേഴ്സൺ ആണോ? ഓഷോനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? രജനീഷ് അവസാനം പറഞ്ഞാൽ ജനാധിപത്യം വന്നിരിക്കുന്ന ഒരു സമൂഹത്തിനകത്ത് അതുവരെ ഉണ്ടായിരുന്ന പഴയ ഫിലോസഫി മുഴുവനും ഈ വ്യക്തിഗതമായ സ്വാതന്ത്ര്യത്തിന്റെ പ്രഖ്യാപനത്തിനകത്താണ് രജനീഷ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അത് നമ്മൾ അങ്ങനെ അറിയേണ്ടതുണ്ട്. അപ്പൊ അത് എല്ലാ സ്ഥലങ്ങളിലും കലാപം ചെയ്തിട്ടുണ്ട്. അതേസമയത്ത് പുതിയൊരു സിസ്റ്റം എന്ന് പറയുന്നല്ലോ, അതിപ്പം ജനാധിപത്യത്തിന്റെ സിസ്റ്റത്തിനകത്തൊന്നും അതേ ഒരിക്കലും അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നില്ല. വ്യക്തി സ്വാതന്ത്ര്യങ്ങളുടെ യുക്തികളാണ്. ഈ ലോകത്ത് ജീവിക്കുന്നതിനെ പറ്റിയാണ് അവിടെ നിങ്ങൾ കോൺഷ്യസ് ആയിട്ട് ജീവിക്കണം എന്ന് പറയുന്നത്. അതിനെയാണ് അവയർനെസ് എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ പറയുന്നത്. കോൺഷ്യസ് ആയിട്ട് നിങ്ങൾ ജീവിക്കണം എന്ന് പറയുന്നതല്ലാതെ ഒരു എന്താ പറയണ്ടേ, ഒരു രാജ്യ നിർമ്മാണത്തിനകത്ത് നമ്മൾ ഇന്ന് പറയുന്ന ജനാധിപത്യ സംവിധാനത്തിനകത്തെ വ്യക്തികളെ രൂപപ്പെടുത്തുന്നതിനകത്ത് അദ്ദേഹം ആ ലെവലിൽ കൊണ്ടുപോയിട്ടില്ല. ഇല്ല. പക്ഷേ ഈ ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഴയ കാലത്തെ ഹെറാർക്കിക്കലായ രാജാവിന്റെ യുക്തികളിനകത്തുണ്ടായിരുന്ന പഴയ സംസ്കാരത്തിൽ നിന്ന് വിടുതൽ നേടുന്ന സമയമാണ് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുള്ളത്. അത് കാരണം കൊണ്ട് ധാരാളം കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഈ ജനാധിപത്യത്തിനകത്ത് പറയുന്ന ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ടാവും. മനുഷ്യാവകാശത്തിന്റെ മേഖലകളൊക്കെ പറയുന്നുണ്ടാവും. പക്ഷെ ഒരു ഫോർമൽ സിസ്റ്റത്തിനെ പറ്റി ഇപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകുന്ന പോലൊരു സാധനം അദ്ദേഹത്തിന്റെ പറച്ചിലിനകത്ത് ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഒരു ട്രാൻസിഷൻ സമയത്ത് പഴയകാല ആശയങ്ങൾ പറഞ്ഞ ആളാണ്. സദ്ഗുരു സദ്ഗുരു അയാള് ഈ ഇപ്പൊ ഉള്ള ഇവിടുത്തെ ഇന്ത്യയിലെ ഭരിക്കുന്ന RSS സംഘത്തിന്റെ ഒരു വളരെ കൃത്യമായ വക്താവാണ്. ഞാൻ അയാളെ ഒരു സമയത്തും രജനീഷിനെ കാണുന്ന പോലെ ഒന്നും ഒരിക്കലും കാണത്തില്ല. നമ്മുടെ വിദ്യാഭ്യാസ രീതി ശരിയാണെന്ന് തോന്നുന്നുണ്ടോ സാറിന്? ഇല്ല, നമ്മുടെ വിദ്യാഭ്യാസ രീതി ശരിയാണെന്നുള്ളതല്ല, പഴയകാല വിദ്യാഭ്യാസമാണ് നമ്മൾ തുടരുന്നത്. നമ്മൾക്ക് ഹെറാർക്കിക്കലായിട്ടുള്ള മൂല്യബോധം നിർമ്മിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ക്ലാസ് റൂംസ് ആണ് ആദ്യമുള്ളത്. അത് ഇതുവരെ നമുക്ക് അഴിച്ച് ജനാധിപത്യ സംസ്കാരം ഉണ്ടാക്കുന്ന നിലവാരത്തിൽ പഠിപ്പിക്കാനോ എടുക്കാനോ കഴിഞ്ഞിട്ടില്ല. പഴയ കാലത്ത് അമ്പലവും പള്ളിയും തുടരുന്നത് പോലെ തുടരുന്ന ഒന്നാണ് ഇന്നും വിദ്യാഭ്യാസ മേഖല. ഞാൻ അമ്പലത്തിലെയും പള്ളി എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെയാണ് ഇന്നത്തെ ഈ കോളേജും യൂണിവേഴ്സിറ്റികളെല്ലാം കാണുന്നത്. അല്ലാണ്ട് അതൊരു മാറ്റേണ്ടതായ, നഷ്ടപ്പെട്ടു പോകേണ്ടതായിട്ടുള്ള ഒരു സിസ്റ്റത്തിന്റെ അവസാനത്തെ ഇതാണ്. അത് തുടരുന്നത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് പരീക്ഷകളൊക്കെ ഉള്ളത്. ആൾക്കാരെല്ലാം പരീക്ഷയ്ക്ക് എതിരായിരുന്നു, പരീക്ഷ പാടില്ലെന്ന് പറഞ്ഞത്. അതല്ല, ഐൻസ്റ്റൈനെ എതിരാകുന്നു എന്നുള്ളതല്ല, ചിന്തിക്കുന്ന ഒരാളെ പെട്ടെന്ന് കാണും. അപ്പം നമ്മൾ ഇത് വെറുതെ മാർക്ക് മാത്രം നോക്കിയിട്ട് കാര്യമുണ്ടോ? അതല്ല, മാർക്ക് നോക്കുന്നത് ആളുകളെ ഉപയോഗിക്കാൻ വേണ്ടി, ഒരാളെ മറ്റൊരാൾക്ക് ഒരു സിസ്റ്റത്തിന് ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കി. വലിയ IIT പറഞ്ഞ അവരല്ലേ എഡ്യൂക്കേഷൻ കൊമേഴ്സ്യലൈസ് ചെയ്യൽ, കച്ചവടമാക്കി മാറ്റുകയല്ലേ? അത് ഞാൻ പറഞ്ഞ കച്ചവടമായി മാറ്റുന്നെന്ന് പറയുന്ന വരി ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ലാൻഡ് ഓണിങ് ക്ലാസ് ആണ് ഈ കച്ചവടത്തിനെതിരായിരുന്നത്.
കാരണം പെട്ടെന്ന് സ്വത്തുണ്ടാക്കുന്നത് അവരെ പോലെ സ്വത്തുള്ളവരായിട്ട് ഇവർ മാറുന്ന കാരണം കൊണ്ട് കച്ചവടം ശരിയല്ല എന്ന് പറയുന്ന യുക്തി അല്ല ഇവര് ആ അർത്ഥത്തിലേ അല്ല. അല്ല ഞാൻ ഉദ്ദേശിച്ച എഡ്യൂക്കേഷൻ മൂല്യങ്ങൾ മാറ്റിയിട്ട് അതെ, പണം ഉണ്ടാക്കാനുള്ള ഇതുവരെ കാര്യം മാത്രമേ ഉണ്ടായിരുന്ന- മാറ്റാം. അല്ല നേരത്തെ എഡ്യൂക്കേഷന് മൂല്യം ഉണ്ടായിരുന്നത് തെറ്റിദ്ധരിക്കാതെ, തെറ്റിയായിരിക്കില്ല. ഓക്കെ അതാണ് അതിനകത്ത് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. പണ്ടേ ഇല്ല. പണ്ടുണ്ട്. ഇല്ല. ഉള്ളത് തട്ട് സമൂഹത്തിന്, തച്ചമോല്ല ഹെറാർക്കിക്കലായ സമൂഹത്തിന് വേണ്ടിയുള്ള മൂല്യങ്ങൾ അവർ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പഠിപ്പിച്ചു. അത് ഉപയോഗിക്കാനായിട്ട് വിൽക്കാൻ പറ്റും എന്ന് കണ്ടെത്തുന്നു എന്നുള്ളതേ ഉള്ളവര്. ഇപ്പം ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിക്കുന്ന എന്തും വിൽക്കാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ അവർ പ്രൊമോട്ട് ചെയ്യും, കാരണം വിൽക്കാൻ പറ്റുന്നതിനെ പറ്റി മാത്രമാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഞങ്ങൾ വിൽക്കുന്നില്ല എന്ന് പറയുന്നവര് മെച്ചപ്പെട്ടവരാണെന്ന് തെറ്റിദ്ധരിക്കുന്നത്. ഇല്ല ഇല്ല ഇല്ല. അവരെ അടക്കി ഭരിക്കാനായിട്ട് അടിമകളായിട്ട് ഭരിക്കുന്നവരാണ് അവർ. നമ്മൾ പറയുന്നതല്ല, വ്യക്തിഗതമായ സ്വാതന്ത്ര്യത്തോടെ ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ്. എന്നാൽ ഒരു വ്യക്തി പഠിച്ചാൽ പഠിച്ചു കഴിഞ്ഞാൽ അയാൾ അത് എങ്ങനെ ജീവിക്കണമെന്ന് അയാൾക്ക് അറിയേണ്ടിയുണ്ട്. അതിനാണല്ലോ നമ്മൾ പഠിക്കണം. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, മറ്റാളുകൾക്ക് നമ്മളെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് നമ്മൾ പഠിക്കണം. അതാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് അപ്പൊ മൂല്യം മാറേണ്ടത്. ഇന്ന് നമ്മുടെ ഭരണഘടന വായിച്ചിട്ടില്ലാത്ത ക്ലാസ് റൂംസ് ആണുള്ളത്. രാവിലെ പ്രാർത്ഥിക്കുന്നവരാണ് ഉള്ളത്. ശരിയാണ്. അപ്പൊ അത് കാരണം കൊണ്ട് ഈ ഭരണഘടനയിലുള്ള മൂല്യങ്ങൾ പഠിപ്പിക്കുന്ന ക്ലാസ് റൂംസ് നമുക്ക് ഇതുവരെ രൂപപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ടാണ് വിദ്യാഭ്യാസം പഴഞ്ചനായി തുടരുന്നു എന്നുള്ളതാണ്. എന്നാൽ 25 വർഷം ഇപ്പൊ നിങ്ങൾ പോസ്റ്റ് ഡോക്ടറേറ്റ് എടുക്കാൻ പോകുന്ന ആളാണ്. പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ആർക്കെങ്കിലും ഉപയോഗിക്കാനായിട്ടും അല്ലാതെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് കഴിയുന്ന ആളായിട്ട് മാറുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ നമ്മുടെ അറിവ് വിദ്യാഭ്യാസത്തിലെ സർഗാത്മകത വളരെ കുറവല്ല. അതേ, നമ്മുടെ സർഗാത്മകത വേണമെന്ന് അവർക്ക് ആവശ്യമില്ല. ഇല്ല ഇല്ല. നമ്മൾ മനസ്സിലാക്കാനുള്ളത്, നമ്മൾ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. അല്ല, നിങ്ങൾ സർഗാത്മകമായാൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അത് എതിരായിട്ട്. അതുകൊണ്ടാണ് ഫിലോസഫിയുടെ സബ്ജക്റ്റിൽ ഇത്രയും അവഗണിക്കപ്പെടുന്നത്. അത് തന്നെത്താൻ ചിന്തിക്കാനായിട്ട് ആരംഭിക്കുന്ന ആരെയും അവർക്ക് ആവശ്യമില്ല. പറയുന്നതനുസരിക്കുന്നവരെയാണ്. അതാണ് പഠിപ്പിക്കുന്നത്, അനുസരണ പഠിപ്പിക്കുന്നത്. അതാണ് പഴയ കാലത്തെ അമ്പലവും പള്ളി പോലെ തന്നെയാണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം തുടരുന്നത്. ഇതുകൊണ്ടാണ് ഇപ്പോഴും ഭരണഘടന പഠിപ്പിക്കാത്തത്. കാരണം അവിടെ അവകാശമുള്ള പൗരന്മാരെ ഉണ്ടാക്കണം. അത് പഠിപ്പിക്കാനായിട്ട് തുടങ്ങിയിട്ടില്ല. അത് തുടങ്ങിയാല് സ്വയം ജീവിക്കാൻ അറിയുന്നവരായിട്ട് അവർ മാറും. അപ്പൊ അറിവുള്ള സ്വയം ജീവിക്കാൻ അറിയുന്നവരുടെ കൂട്ടായ്മയാണ് നമ്മുടെ ജനാധിപത്യം എന്ന് വിചാരിക്കും. ആ സാധനത്തിനകത്ത് ആധിപത്യം എന്നുള്ള വാക്ക് തന്നെ സാധ്യത അതിനകത്ത് വേണ്ട. ജനകീയമായിട്ടുള്ള ഒരു സമൂഹ രൂപീകരണത്തിനകത്ത് അറിഞ്ഞ് പ്രവർത്തിക്കുന്ന വ്യക്തികളെ രൂപപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. അതാണ് നടക്കാതിരിക്കുന്ന ക്ലാസ് റൂമിനകത്ത് ഇപ്പോഴും മറ്റുള്ളവർക്ക് നമ്മളെ ഉപയോഗിക്കാൻ വേണ്ടി നമ്മളെ ഒരുക്കുന്ന പണിയാണ്. അപ്പൊ പരീക്ഷ എന്ന് പറയുന്നത് നമ്മളിലുള്ള കുറെ പേരെ വേണ്ട കുറച്ചു പേരെ മതി എന്ന് പറയുന്ന സമൂഹത്തിന് വേണ്ടിയാണ് നമ്മളെ ഒരുക്കുന്നത്. അല്ലാതെ നമ്മൾക്ക് പഠിച്ചിറങ്ങുന്നവർക്ക് ഒരു പരീക്ഷ ആവശ്യമില്ല. കാരണം നമുക്കറിയാം ഇപ്പോഴും നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കുന്നത് എങ്ങനെയാണ്. പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരവാണ് പഠിക്കുന്നത് എന്ന് പറഞ്ഞാൽ ജയിച്ചാൽ മതി എന്നുള്ളതാണ്. അല്ലാതെ നമുക്ക് ഈ വിഷയം അറിയേണ്ട ആവശ്യമേ ഇല്ലെന്ന് എല്ലാവർക്കും അറിയാം. ഇതുകൊണ്ടാണ് കള്ള സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാകുന്നത്. അപ്പൊ ഈ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാകുന്നിടത്ത് എത്തിത്തരുന്നത് പറഞ്ഞാൽ ഇത് കാണിച്ച് നമുക്കൊരു ജോലി ചെയ്യാൻ പറ്റുന്ന ഒരാളായി മാറാൻ പറ്റും എന്നറിയുന്ന കാരണം കൊണ്ട് സ്കൂളിലും കോളേജിലും പോകാതെ ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എല്ലാവരും റിസർച്ച് ചെയ്യും. സ്വാഭാവികമായിട്ട് അങ്ങനെയാണ് ഇത്രയും കള്ളന്മാരായ സർട്ടിഫിക്കറ്റ് ഉള്ള നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഇരിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ അത് നമ്മൾ അങ്ങനെ അറിയണം. അപ്പൊ ഈ ഏരിയ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ ജനാധിപത്യ സംസ്കാരം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് പഠിക്കാൻ പോയവർക്ക് വേണ്ടിയാണ് അവർ പഠിക്കുന്നത്. പഠിച്ചിറങ്ങിയാല് 25ാമത്തെ വയസ്സിൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഞാൻ തൊഴിലാളിപ്പടയിൽ ചേരാനല്ല, എനിക്ക് എന്ത് ചെയ്യാനെന്ന് അറിയുന്ന ആളായിട്ട് മാറണ്ടേ. അത് ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് ട്രെയിനിങ് തന്ന് പ്രൊബേഷൻ പീരീഡ് തന്ന് ജോലിക്കാരാക്കാൻ അറിയാനും ജീവിക്കാനുമല്ല വിദ്യാഭ്യാസം നിൽക്കുന്നത്. അത് മാറ്റേണ്ടതുണ്ട്. ആ മാറ്റുക എന്ന് പറയുന്ന സാധനത്തിന് നമ്മൾ ഇപ്പൊ ചെയ്തിരിക്കുന്ന ഫാക്ടറിക്ക് വേണ്ടി ജോലിക്കാരെ ഉണ്ടാക്കാനുള്ള സിസ്റ്റത്തിനകത്താണ് നമ്മൾ വിദ്യാഭ്യാസമായിട്ട് കാണുന്നത്. അന്ന് കാലത്ത് അത് നമ്മളെ മണ്ണിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. പക്ഷെ വേറൊരു ഒരു കാലയിലെ മന്ത് വേറൊരു കാലയിലെ മന്താക്കുന്നെന്ന് പറയുന്ന പോലെ നിങ്ങൾ ഒരു സിസ്റ്റത്തിനകത്ത് മറ്റേ സിസ്റ്റത്തിനകത്ത് ഉപയോഗിക്കപ്പെടുന്നവരായി തുടരുന്നു എന്നുള്ളതാണ്. ജനാധിപത്യത്തിനകത്ത് നമ്മൾ രണ്ടുപേരും തുല്യരാണ്. നമ്മൾ രണ്ടുപേരും കൂടെ ചേർന്ന് ചെയ്യുന്ന പ്രവൃത്തികളെ പറ്റിയാണ് പറയുന്നത്. അല്ലാതെ ഞാൻ നിങ്ങളെ ഉപയോഗിക്കുന്ന യുക്തിയല്ല. ഇതാണ് വ്യത്യാസം. ചങ്ങലയിലെ കണ്ണികളെ പോലെ ആയി തീരാനല്ല.
ബോധപൂർവം കൈ കൊടുത്ത് രണ്ടുപേര് കൈ ചേർക്കുന്നതിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ ശരിയാകുന്നില്ലെന്ന് തോന്നിയാൽ വിടാൻ കഴിയണം. ചങ്ങലയിലെ കണ്ണിക്ക് വിടാനൊക്കത്തില്ല, ചങ്ങലയിലെ കണ്ണിയായി പോകും. ചങ്ങലയ്ക്ക് അർത്ഥമുള്ളൂ. സമൂഹം എന്ന് പറഞ്ഞ അർത്ഥമില്ല. എങ്ങനെ അവർ പറയും ചങ്ങലയിലെ കണ്ണിയാ? ചങ്ങലയിലെ കണ്ണിയല്ല, ബോധപൂർവം കൈകോർക്കുന്നവരെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇതാണ് ജനാധിപത്യത്തിനകത്തെ വ്യത്യാസം. കൂട്ടായ്മ ആവശ്യമാണ്, ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടതാണ്, നിങ്ങളുടെ പ്ലാനും എൻ്റെ പ്ലാനും ചേരേണ്ടതാണ്. ഇതിനൊന്നും നമുക്ക് സംശയമില്ല. പക്ഷെ നമ്മളെ എല്ലാവരെയും വേറെ ആൾക്കാർക്ക് ഉപയോഗിക്കുന്ന നിലവാരത്തിലുള്ള ചങ്ങല കണ്ണികളാക്കി മാറ്റുന്നതാണ് നിലനിൽക്കുന്ന വിദ്യാഭ്യാസം. ചങ്ങലക്കണ്ണികളാക്കാനല്ല, അറിഞ്ഞ് കൂട്ടായ്മ ഉണ്ടാക്കുന്നവരെ ഉണ്ടാക്കുന്നത്, കൂട്ടായി പ്രവർത്തിക്കുന്ന വ്യക്തികളെ രൂപപ്പെടുത്തുന്ന പൗരന്മാരെ ഉണ്ടാക്കുന്ന, അതാണ് നമ്മൾ പറയുന്നത് അതാണ് പൗരാവകാശം എന്ന് നമ്മൾ പറയുന്നത്. മറ്റേതങ്ങളല്ല, അനുസരണയാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്. ഇതുപോലെ സിസ്റ്റം ഇതുവരെ വന്നിട്ടില്ല. ആ സിസ്റ്റം ഉണ്ടാക്കുന്നതിനുള്ള ട്രാൻസിഷൻ കാലത്താണ് നമ്മളെല്ലാം, ലോകം മുഴുവനും. അല്ലാതെ കുറച്ച് നേരത്തെ തുടങ്ങിയവരും പിന്നുള്ളവരും എന്നുള്ള അർത്ഥമേ ഇപ്പോഴും ഉള്ളൂ. അല്ലാതെ നമ്മൾ ജനാധിപത്യ രാജ്യം ലോകത്തെവിടെങ്കിലും ഉണ്ടെന്ന് വെച്ചില്ല. എന്നാൽ 100-200 വർഷമേ ആയിട്ടുള്ളൂ ഈ തുല്യത എന്ന് പറയുന്ന ആശയവും വ്യക്തികളുണ്ടെന്നും വ്യക്തികൾ ചേർന്ന് ഉണ്ടാക്കുന്ന സമൂഹത്തിനെ രൂപപ്പെടുത്തുന്നതിനെ പറ്റിയുള്ള ആശയങ്ങളൊക്കെ ലോകത്ത് വന്നിട്ട് 100-200 വർഷമേ ആയിട്ടുള്ളൂ. 10,000 വർഷമായിട്ട് തട്ട് സമൂഹത്തിന്റെ ന്യായങ്ങളും പഠിപ്പിക്കുന്നതാണ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ മാറ്റി കൊണ്ടുവരുന്ന പ്രവൃത്തിയിലാണ് നമ്മളെല്ലാവരും ഏർപ്പെട്ടിരിക്കുന്നതെന്ന് അറിയാമെങ്കിൽ നമുക്ക് ഈ പ്രശ്നം, ഈ കൺഫ്യൂഷനിൽ അത് മനസ്സിലാക്കാൻ പറ്റും. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പറഞ്ഞിട്ടുള്ളൂ, അതിനെ കുറിച്ചെല്ലാം എന്താ പറയാ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഏത് സാധനവും, ലോകത്തുണ്ടാകുന്ന ഏത് സാങ്കേതിക വിദ്യയും നമ്മളെ സഹായിക്കാൻ തന്നെയാണ് ഉണ്ടാകുന്നത്. പക്ഷെ നമ്മളെ ഉപയോഗിക്കുന്ന യുക്തിക്കകത്ത് നിൽക്കുന്നവരുടെ കയ്യിലാണെങ്കിൽ അത് നമ്മളെ റീപ്ലേസ് ചെയ്യുന്നിടത്തേണ്ടാവും. ഒരു പിച്ചാത്തി എന്ന് പറയുന്നത് എനിക്ക് ഇല മുറിക്കാനും കറിക്കരിയാനും എന്നെ ഉപദ്രവിക്കാമെന്നവരെ ഡിഫെൻഡ് ചെയ്യാനും ഒക്കെ അത് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ അത് വെച്ചിട്ട് ഞാൻ എന്നെ ഡിഫെൻഡ് ചെയ്യുന്നപ്പോൾ നിങ്ങളെ ആക്രമിക്കുന്നതിനും അത് മാറ്റാൻ പറ്റും. ടെക്നോളജിക്ക് അങ്ങനെയുള്ള അതിന്റെ പുറകിലുള്ള ഇന്റൻഷൻ അനുസരിച്ചിട്ടാണ് അതിന്റെ ഗുണം നമ്മൾ തിരിച്ചറിയാനൊക്കത്തുള്ളൂ. പിച്ചാത്തികൾ വേണ്ട എന്ന് പറഞ്ഞ് പിച്ചാത്തി നിരോധിച്ചാൽ, ഒരാൾ കൊന്നു എന്ന് പറഞ്ഞ് അതിനെ നിരോധിച്ചാലേ ബാക്കി അതുകൊണ്ടുള്ള ഗുണം മുഴുവൻ പോകും. അപ്പൊ സാങ്കേതിക വിദ്യകൾ ഏതായാലും അത് നമുക്ക് ലെഷർ ഉണ്ടാക്കി തരും. നമ്മുടെ പ്രവൃത്തിക്കിടെ കാഠിന്യം കുറച്ച് നമുക്ക് ഈ നല്ല സമയങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള സമയത്തിനാണ് നമ്മൾ ലെഷർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ സമയങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കാനായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഖനിയിൽ പണിയെടുക്കുന്ന ഭയങ്കര ഭീകരമായ പ്രവർത്തനമാണ്. അവിടെ മെഷീൻസ് പോയി പണിയെടുക്കുകയും ആ കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ദുസ്സഹമായ ജീവിതം നയിക്കുന്നവരുടെ ജീവിതത്തിൽ നിന്ന് അതിനെ മോചിപ്പിക്കാൻ പറ്റും. സുയേജനകത്ത് പണിയെടുക്കുന്ന മനുഷ്യർക്ക് പകരം അതിനെ കൊണ്ട് ജയിക്കാൻ പറ്റും. ഇതെല്ലാം നമ്മളിങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ മതി. പാടത്ത് രാവിലെ തൊട്ട് വെയിലും കൊണ്ട്, ഇത്രയും വെയിൽ കൊണ്ട് കുനിഞ്ഞു നിന്ന് നെല്ല് നടണ്ട്, അത് ഡ്രോൺ നടും. ഈ ലെഷർ ടൈം നമുക്ക് ഇഷ്ടമുള്ള, നമ്മൾ എന്താണ് ഇഷ്ടമുള്ളതെന്ന് പറയുന്നത്, ഒരു ജീവിച്ചിരിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിനകത്ത് അതിരുകൾ അനുഭവിക്കും. നമുക്ക് പറക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ഈച്ചയ്ക്ക് പറക്കാൻ പഠിച്ചതുപോലെ ഈ ലോകത്തിന്റെ ഇത്തരത്തിലുള്ള തടസ്സങ്ങൾക്ക് മറുവശത്ത് എന്ത് ചെയ്താൽ നമുക്ക് കൂടുതൽ സ്വാതന്ത്ര്യം ഉണ്ടാക്കാൻ പറ്റും എന്ന് കണ്ടെത്തുന്ന പ്രവൃത്തിയിലേക്ക് നമുക്ക് എല്ലാവർക്കും മാറാൻ പറ്റും. ആ മാറാൻ പറ്റുമ്പോൾ ലെഷർ ഉണ്ടാക്കി തരുന്നതായിട്ട് ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്ന് നമുക്ക് നമ്മുടെ തൊഴിലെല്ലാം പോകും എന്നാണ് ആൾക്കാർ, ഈ തൊഴിൽ ചെയ്യാനാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് ആൾക്കാർ ഇപ്പോഴും വിചാരിക്കുന്നത്. പണ്ട് കമ്പ്യൂട്ടർ വന്നപ്പോ ഇതേപോലെ ഒരു അതല്ല, ആ അർത്ഥത്തിലല്ല പറയുന്നത്. അത് വേറൊരു ഡിസ്കോഴ്സാ. എന്ന് പറഞ്ഞാൽ നമ്മള് സമൂഹത്തിൽ ഇതൊക്കെ വരണോ വേണ്ട എന്നുള്ളത് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് തൊഴിൽ നഷ്ടപ്പെടുത്തി അവരെ പറ്റി ഓർക്കാതെ ഏർപ്പെടുത്തുന്നതിനെതിരായിട്ട് നടത്തുന്ന പ്രശ്നമാണ് ഇത്. അതല്ല ഞാൻ പറയുന്നത്. ഈ ഉണ്ടാകുന്ന ഏത് സാധനവും കുറെ പേരുടെ ഇതുവരെയുള്ള തൊഴിൽ ചെയ്യാനല്ല മനുഷ്യരുള്ളത്. മരത്തെ കയറുന്ന കുരങ്ങിന്റെ തൊഴിലല്ല, ജീവിക്കുന്നതാണ്. നമ്മൾക്ക് നമ്മുടെ അതിരുകൾ ഭേദിച്ച് മറ്റ് ലോകത്തേക്ക് എത്തിച്ചേരുന്നതിനുള്ള പ്രവൃത്തിയെ തൊഴിലാക്കി വല്ലവർക്കും കൊടുക്കുന്നതിനെയാണ് തൊഴിലെന്ന് പറയുന്നത്. നമ്മുടെ അധ്വാനം നമ്മുടേതല്ലാതെ വേറെ ആൾക്കാർക്ക് വിൽക്കുന്നതിനെയാണ് തൊഴിലെന്ന് പറയുന്നത്. ഇത് അങ്ങനെയല്ല, നമ്മൾ ജീവിക്കാൻ എല്ലാം ചെയ്യും. ഇപ്പോ ഹിമാലയത്തിന്റെ മണ്ടേ കയറുന്നത് തൊഴിലാണോ? അത് തൊഴിലല്ല. അവിടെ ആടിനെ വളർത്താൻ പോകുന്നവനെ തൊഴിലായിട്ട് അനുഭവിക്കും. പക്ഷെ മറ്റേത് അങ്ങനല്ല, അതൊരു ചലഞ്ചാണ്. സ്പേസിൽ പോകുന്നത് തൊഴിലല്ല. ജീവിതത്തിന്റെ പരിമിതികളെ മറികടക്കാനായിട്ട് ഇവിടെ ഈ പ്രപഞ്ചം ഉണ്ടായി വന്നപ്പോൾ നമ്മൾ ലോ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ലോ എന്ന് പറയും.
അത് ഭേദിക്കുക എന്ന് പറയുന്നതാണ് ജീവന്റെ ലക്ഷ്യം. എൻട്രോപ്പിക്കൊക്കെ എതിരായിട്ട് പ്രവർത്തിച്ചാണ് നമ്മളെ പോലുള്ള ജീവികൾ ഉണ്ടാകുന്നത്. ആകർഷണ ശക്തിക്ക് എതിരായിട്ട് പ്രവർത്തിച്ചാണ് നമ്മൾ മരം മേപ്പോട്ട് വളരുന്നത്, നമ്മൾ നട്ടെല്ലാം ഉണ്ടാക്കി മേപ്പോട്ട് വളരുന്നത്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ പ്രവൃത്തി ഇവിടെ കിടപ്പുണ്ട്. അതിന് മണ്ടേ വീണതാണ്. അപ്പൊ അതുപോലെ നമ്മളത് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഈ പ്രവൃത്തികളെന്ന് പറയുന്ന സാധനങ്ങള് നമ്മളുടെ ജീവിതത്തിനകത്ത് ഗുണപരമാക്കി മാറ്റുന്ന പ്രവൃത്തിയായി മാറുന്നതല്ലാതെ ഈ തൊഴില് പോകുന്ന പ്രശ്നമല്ല. അപ്പൊ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്ന് നമ്മുടെ എല്ലാ തൊഴിലും പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വതന്ത്രരായെന്നാണ് അർത്ഥം. സ്വതന്ത്രരായി. പക്ഷെ ആ സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കാൻ കഴിയാതിരിക്കുന്നത് ഈ മേലുകീഴുള്ള സമൂഹത്തിനകത്ത് നമ്മളെ ഉപയോഗിക്കുന്ന ഈ ഉണ്ടാകുന്ന ലക്ഷ ടൈം നമുക്ക് തരുന്നില്ല എന്നുള്ളത്. അതാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ശരിയാ. അപ്പൊ ഈ ആളുകളെ മാറ്റുക എന്ന് പറയുന്നത് കുറച്ചു പേർക്ക് സ്വത്തുണ്ടാക്കാനായിട്ട് വേണ്ടി മാത്രമായിരിക്കുന്ന സമൂഹത്തിനകത്താണ് മെഷീൻസ് വരുമ്പോൾ ഇവർക്ക് ജീവിക്കാൻ കഴിയാതെ ആക്കി കളയുന്ന തരത്തിൽ ആകുന്നത്. അല്ലാതെ ഈ ഉണ്ടാകുന്ന സ്വത്ത് പൊതുവായി എല്ലാവർക്കും ഉപയോഗിക്കുന്നതായിട്ട് മാറുന്ന സ്ഥലത്ത് ആർക്കാണ് എതിരുള്ളത്? ശരിയാ. നമ്മളെന്തിനാണ് ഒരു പണക്കാരന്റെ മകനോ മകളായിട്ട് ജനിക്കുന്ന ഒരാളിന് എങ്ങനെയാണ് ആ സൗകര്യങ്ങൾ കിട്ടുന്നത്? അവരെന്ത് ചെയ്തിട്ടാ കിട്ടുന്നത്? അവരവിടെ ജനിച്ചത് കൊണ്ടാണ്. നമ്മൾ ജനിച്ചാൽ നമുക്കിത് കിട്ടും എന്ന് വരുന്നിടത്താണ് നിൽക്കേണ്ടത്. അതിന് പകരം നമ്മൾ ഇന്നത് ചെയ്താൽ മാത്രമേ, അങ്ങനെ ഈ പണക്കാരുടെ മക്കൾ ആരും ജീവിക്കാനൊക്കെ ആയിപ്പോയി. അങ്ങനല്ലല്ലോ. അപ്പൊ സൗകര്യങ്ങളുള്ള ഇപ്പൊ നമ്മൾ രണ്ടുപേരും കൂടെ ഈ ഫോണൊക്കെ ഉപയോഗിച്ചോടെ ജീവിക്കുന്നത് നമ്മൾ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ആ ഫോൺ ഉണ്ടാക്കാൻ? ഇത് ഈ സമൂഹത്തിലുള്ളതല്ലേ, അത് നമ്മൾ ഉപയോഗിക്കുകയല്ലേ ചെയ്യുന്നേ. അതിനകത്ത് നമ്മൾ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്ത്? അങ്ങനെ അത് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഓരോ കാലഘട്ടത്തിനകത്തേക്ക് അത് വരുമ്പോൾ എല്ലാവർക്കും ലക്ഷർ ഉണ്ടാക്കുന്നതായിട്ട് ഈ സാങ്കേതിക വിദ്യകൾ വികസിക്കുക വേണ്ടത്. അത് ചില മനുഷ്യരെ ഉപേക്ഷിക്കാനും അവരെ ഉപദ്രവിക്കാനായിട്ട് അത് ഉപയോഗിക്കുമ്പോഴാണ് നമ്മളത് ദൂരെയുള്ള ഒരു മൃഗത്തിനെ വെടിവെക്കാൻ ഉപയോഗിക്കുന്നത് വരെ നമ്മൾക്ക് പ്രയോജനപ്രദമായിട്ട്, കാരണം ഓടിപ്പോകുന്നതിനെ വേഗം പിടിക്കാനായിട്ട് വേണ്ടിയാണ് ഇതെല്ലാം നമ്മൾ ഈ ആയുധങ്ങളെല്ലാം കണ്ടുപിടിച്ചത്. അത് മറ്റു മനുഷ്യരെ കൊല്ലാനും എടുക്കാനായിട്ട് വരുമ്പോഴാണ് അത് നമുക്ക് ഉപദ്രവമായിട്ട് വരുന്നത്. സാങ്കേതിക വിദ്യകൾ വികസിക്കേണ്ടത് മനുഷ്യരുടെ ജീവിത നിലവാരം ഉയർത്തി സ്വാതന്ത്ര്യം കൂടുതൽ ലക്ഷറുണ്ടാക്കി ഇയാൾ നേരത്തെ സർഗാത്മകം എന്ന് പറഞ്ഞ കാര്യങ്ങളിനകത്തേക്ക് മാറാനായിട്ട് ലോകത്തുള്ള എല്ലാ ആൾക്കാർക്കും പണക്കാരനാകാൻ കഴിയുന്നതാണ് സാങ്കേതിക വിദ്യയുടെ വികാസം. അത് കുറച്ച് ആൾക്കാർക്ക് ഉപയോഗിക്കുന്നതായിട്ട് മാറുന്ന സംവിധാനത്തിനെയാണ് നമ്മൾ എതിർക്കേണ്ടത്. അത് സാങ്കേതിക വിദ്യ വരുന്ന അപകടമാണെന്ന് പഠിപ്പിച്ചുകൂടാ. ലോകത്തെ ഏത് സാങ്കേതിക വിദ്യയും വരുന്നത് ഈ തട്ട് സമൂഹത്തിന്റെ യുക്തിക്കകത്താണെങ്കിൽ അപകടം. അവിടെയാണത് മാറ്റേണ്ടത്. അല്ലാതെ കമ്പ്യൂട്ടർ വിരുദ്ധ സമരം എന്നുള്ള അർത്ഥത്തിലല്ലത്. കമ്പ്യൂട്ടർ വരുമ്പോൾ ആളുകളെ പറ്റിയുള്ള കൺസേൺ ഇല്ലാതെ അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു എന്ന് പറയുന്നതാണ് പ്രശ്നമായിട്ട് പറയുന്നത്. ഇത്രയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുമ്പോൾ ഇപ്പൊ നമുക്കറിയുന്ന എല്ലാ പ്രവൃത്തികളും അത് ചെയ്യും. ഒരു സാധനവും വേണ്ടി വരത്തില്ല. ഇപ്പൊ തന്നെ ചൈനയിലെ ഡാർക്ക് ഫാക്ടറി എന്നതിന് പറയും. ചൈനയിൽ ഇത്രയും മനുഷ്യരുണ്ടായിട്ട് അത് ഉണ്ടാകുന്നതും കൂടെ വെക്കണം. ഡാർക്ക് ഫാക്ടറി എന്ന് പറഞ്ഞാൽ അവിടെ കറണ്ട് വെളിച്ചം വേണ്ട. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വെളിച്ചതെന്ന് പറഞ്ഞാൽ കണ്ണ് കണ്ടിട്ടൊന്നും അല്ലല്ലോ അത് ചെയ്യുന്നത്. അതുകൊണ്ട് വെളിച്ചം വളരെ ചെലവ് കുറവാണ് ആ ഫാക്ടറിയിൽ. അപ്പൊ അത്രയും എനർജികളെ ഒന്നും എടുക്കണ്ട. അവിടെ ഒരാളെ ആവശ്യമില്ല. അതിനെ മറ്റൊരു സിസ്റ്റത്തിനകത്ത് ഇതിനെ മോണിറ്റർ ചെയ്യുന്നതിന് ഒരാളിരുന്നാൽ മതി. ആയിരക്കണക്കിന് കാറുണ്ടാക്കുന്നിടത്ത് വെളിച്ചം ആവശ്യമില്ല. കാരണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് കാണുന്നത് ഇങ്ങനല്ല, നമ്മൾ കാണുന്നില്ല, വെളിച്ചം ഉപയോഗിച്ചിട്ടല്ല. അപ്പൊ അതുകൊണ്ട് അതിനെ ഡാർക്ക് ഫാക്ടറി എന്നാ ഇപ്പൊ പറയുന്നത്. അപ്പൊ അത് അത്തരത്തിലുള്ള ഇതേ സാങ്കേതിക വിദ്യ അവിടെ ഉള്ള ആൾക്കാർക്ക് മുഴുവൻ ഇന്നിപ്പോ ചൈനയിൽ വീടില്ലാത്തവരെന്ന് പറയുന്ന സത്യത്തിൽ ആളില്ല, വീട് അധികമായി കഴിഞ്ഞു. റിയൽ എസ്റ്റേറ്റ് ക്രൈസിസ് ഉണ്ടായത് എങ്ങനെയാ? ഒരു 10 കൊല്ലം മുമ്പ് ജാക്ക് മായൊക്കെ കിടന്ന് വെള്ളത്തിലായ പ്രശ്നമല്ലേ? വീട് അതിനു വേണ്ടി ഉണ്ടായിപ്പോയി. കാരണം അത് ഉണ്ടാക്കുന്നത് ഇന്ന് എല്ലാവർക്കും ആ നാട്ടിൽ അവിടെ ഹോംലെസ് ആൾക്കാർ റോഡിൽ നടക്കത്തില്ല. അതേസമയത്ത് ഇതിനേക്കാളും സ്വത്തുണ്ട് അമേരിക്കയില്. അവിടെ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഹോംലെസ് ആയിട്ട് കിടക്കുന്നത്. കാരണം ഇത് എല്ലാവർക്കും ഉപയോഗിക്കുന്നിടത്തേക്ക് പോയിട്ടില്ല. ഈ സിസ്റ്റം ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മൾ ആവശ്യം. അല്ല, സാങ്കേതിക വിദ്യയുടെ വികാസം ജനവിരുദ്ധമായി മാറുന്നത് അത് നമ്മുടേതല്ലാത്തത് നമ്മളെ ഉപയോഗിക്കുന്ന സമൂഹത്തിന്റെ യുക്തിക്കകത്ത് നിൽക്കുന്നുണ്ടാണ്. അല്ലാതെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്ന് നമ്മളെ പിടിച്ചോണ്ട് പോകുന്നൊക്കെ പറയുന്നതൊക്കെ ആൾക്കാർ എന്താ പറയുന്നത്, അത് എക്സാജറേഷൻ ആണ്. കാരണം നമ്മളെപ്പോലെ
അന്യരെ ഭരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ടാകുമെന്നാണ് ഈ ആൾക്കാർ വിചാരിക്കുന്നത്. മനുഷ്യരെ പോലെ ആൾക്കാരൊക്കെ പറഞ്ഞു സ്റ്റീഫൻ ഹോക്കിംഗ് പോലെ ആൾക്കാർക്ക് അവരത് പറയുമ്പം ഈ മനുഷ്യ ജീവൻ രൂപപ്പെട്ടത് എങ്ങനെയാണെന്ന് കാണാതെ ഫിസിക്സ് അറിയാം, ഹിസ്റ്ററി അറിയാം. ഇപ്പൊ ഹരാരെ പറയത്തില്ലേ, എന്തൊക്കെയാ പറയുന്നത് നമുക്ക് കേൾക്കുമ്പോൾ ചിരി വരും. ഹരാരെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്ന് നമ്മളെ പിടിച്ചോണ്ട് പോകുമെന്ന് പറഞ്ഞിട്ടാണ് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ സംസാരിക്കുന്നത് അയാൾ ചരിത്രം പറഞ്ഞാൽ മതി. ഇത് ഈ ജീവനെ പറ്റി അറിഞ്ഞൂടാ. അതുകൊണ്ടാണ് ഈ ഇന്റൻഷൻ മറ്റുള്ളവരെ കീഴ്പ്പെടുത്തി ഭരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മെഷീൻ എന്തിനുണ്ടാകണം? എന്ത് കോമ്പറ്റീഷനാണ് അത് അനുഭവിക്കുന്നത്? നമ്മൾ ഇന്ന് പറയുന്ന പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് മുന്നേറേണ്ട നീഡ് അതിനെന്താ? ശരിയാ. ഈ തരത്തിലുള്ള ഇന്റൻഷൻ എവിടെ നിന്ന് വരുന്നു? ഇത് ജീവനെ പറ്റി അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് അവരത് പറയുന്നത്. എവല്യൂഷണറി പ്രോസസ്സിനകത്തുണ്ടായതാണ് ഈ കോമ്പറ്റീഷൻ. പക്ഷെ എവല്യൂഷണറി പ്രോസസ്സിനകത്ത് തന്നെ നമ്മൾ നോക്കിയാൽ മതി, 90% സിംബയോട്ടിക് എവല്യൂഷനാണ്. അത് അറിഞ്ഞുകൂടാതായിരുന്നത് നമ്മൾ ഈ ആദ്യകാലത്ത് ഇത് അറിഞ്ഞോണ്ടിരുന്നത് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് മാത്രമാണ് പറഞ്ഞോണ്ടിരുന്നത്. അങ്ങനെയല്ല, സിംബയോട്ടിക് ആണ്. രണ്ടുപേര് ചേർന്ന് അങ്ങനെയാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. കോടിക്കണക്കിന് കോശങ്ങൾ ചേർന്നുണ്ടായി നിൽക്കുന്നതാണ് നമ്മൾ. അവരുടെ ഒന്നിച്ചുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. വേറെ നമ്മൾ ഈ പറയുന്ന കൂടിയിരിക്കുന്നവർക്ക് സഹായകരമായിട്ടാണ് നമ്മൾ ഈ വേറെ മൈക്രോസ് മുഴുവൻ നിൽക്കുന്നത്. ഇതൊക്കെ നമ്മള് സിംബയോസിസ് ആണ് യഥാർത്ഥത്തിലുള്ള. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു പ്രപഞ്ചത്തിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന യുക്തിക്കകത്ത് മാത്രം ഇതിനെ റെഡ്യൂസ് ചെയ്ത് ഈ തട്ട് സമൂഹത്തിന്റെ യുക്തികൾ ഈ കാര്യങ്ങളിൽ പറയുന്നതുകൊണ്ടാണ് ഇത് മനസ്സിലാകാത്തത്. അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിയന്തരമായി വരേണ്ടതാണ്. ഈ പാവം പിടിച്ച മനുഷ്യർ മുഴുവൻ ഈ ഖനിയിലും ഈ തീട്ടത്തോട്ടിലും ഒക്കെ കിടന്ന് മുങ്ങി ചാടി എടുക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ പബ്ലിക് റോഡിലോട്ട് ഇറങ്ങുന്ന സമയത്ത് ആ റോഡ് നമ്മൾ ഉണ്ടാക്കിയിട്ടല്ല അത് ഉപയോഗിക്കുന്നത്. നമ്മൾ അവിടെ ആകെപ്പാടെ ഒരു ടിക്കറ്റാണ് മേടിക്കുന്നത്. ആ ബസ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മളല്ല. ഇതെല്ലാം നമുക്ക് കിട്ടിയിരിക്കുന്ന സൗഭാഗ്യങ്ങളായി മാറുന്നു. അതുകൊണ്ട് ഒരു പുതിയ സമൂഹം എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നന്നായി വികസിപ്പിക്കുകയാണെങ്കിൽ, ഞാൻ ഈ പറയുന്നത് പോലെ മനസ്സിലാക്കി മറ്റുള്ളവരെ ഉപേക്ഷിക്കാനല്ല, ഉണ്ടാക്കുകയാണെങ്കിൽ ലോകത്തെ മുഴുവൻ മനുഷ്യരെയും അതിന്റെ ഉപഭോക്താക്കളാക്കി മാറ്റാൻ പറ്റും. ലക്ഷറുള്ളവരാകും. അപ്പോഴെന്ത് ചെയ്യും എന്ന ആൾക്കാർ രാവിലെ ചോദിക്കുകയും, ഞാൻ രാവിലെ എന്ത് ചെയ്യും? രാവിലെ മരത്തെ കയറാൻ പോവും, ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും, മല കയറാൻ പോവും, സ്പേസിൽ പോവും, കടലിനടിയിൽ പോവും. ഏതായാലും ഞാൻ ലോകം അതിനുവേണ്ടി പ്രപഞ്ചം നമുക്ക് മനസ്സിലാകാത്ത അത്രയും വലുതാ. അതൊക്കെ അറിയാൻ ശ്രമിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്ന ചോദ്യമല്ല. ഈ ചോദ്യമൊക്കെ ഈ പാവം പിടിച്ച മനുഷ്യർ ഞാൻ ജോലി ചെയ്താലാണ് ഇന്ന് ജീവിക്കുന്നതെന്ന് തെറ്റിദ്ധരിക്കുന്നത് കൊണ്ടുണ്ടാകുന്നതാണ്. അതല്ല പഠിപ്പിക്കേണ്ടത്. പ്രപഞ്ചം അത്രയും അനന്തവും സങ്കീർണവുമാണ്. അത് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ തന്നെ എന്ത് ചെയ്യണമെന്നുള്ള ചോദ്യമേ ഇല്ല. നിങ്ങൾ ഒരു പണക്കാരന്റെ വീട്ടിൽ ജനിക്കുന്നത് പോലാണ് ഈ കാലഘട്ടത്തിനകത്ത് ഒരു മനുഷ്യനായി ജനിച്ചാൽ എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് റേഡിയോ സ്റ്റേഷൻ, റേഡിയോ മേടിക്കണ്ട ഇന്ന്. നിങ്ങൾക്ക് എവിടെങ്കിലും ഇരുന്നാൽ മതി. വൈഫൈ എടുത്തിട്ട് ഫ്രീ വൈഫൈ ആയില്ലേ? കൊണ്ടാണെങ്കിൽ നമ്മൾ എത്ര ഡേറ്റ മേടിക്കുന്നതിന് ഭയങ്കരമാണ്. അതെങ്ങനെയാണ് ഫ്രീ ആയത്? സാങ്കേതിക വിദ്യയുടെ വികാസമാണ്. അത് എല്ലാവർക്കും ഉപഭോക്താക്കളാക്കി മാറ്റുന്ന സമൂഹമായിട്ട് നമ്മൾ മാറ്റാത്തത് കൊണ്ടാണ് സാങ്കേതിക വിദ്യ വന്ന് നമ്മളെ പിടിച്ചുകൊണ്ട് പോകുന്നത്, നമ്മുടെ തൊഴിൽ കളയുമെന്ന് വിചാരിക്കുന്നത്. അത് പാവം പിടിച്ച മനുഷ്യരുടെ ഒരു പെർസെപ്ഷനാണ്. കമ്പ്യൂട്ടർ ഇതിനെ സമരം ചെയ്യുന്നതല്ല, ട്രാക്ടറിനെതിരെ സമരം ചെയ്തിരുന്നത് ലോകം മുഴുവൻ ചെയ്തിട്ടുള്ളതല്ല. അല്ലാതെ ഈ കേരളത്തിൽ ചെയ്തതാണെന്ന് തിരിച്ചരിക്കരുത്. ട്രാക്ടറൊക്കെ തല്ലിപ്പൊട്ടിച്ച GM ജനറ്റിക് മോഡിഫൈഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ് മുഴുവൻ തല്ലിപ്പൊട്ടിക്കുന്ന മുഴുവൻ, അത് മുഴുവൻ നശിപ്പിക്കുന്നത് മുഴുവൻ യൂറോപ്പിലല്ലേ. നമ്മളിത് മനസ്സിലാക്കാനുണ്ട്. ഇത് മുഴുവൻ അപകടമാണ്. വികാസങ്ങൾ ഉണ്ടാകുന്ന എല്ലാം അപകടമാണെന്ന് വരുന്നത് നമ്മുടെ തൊഴിലും നമ്മളെ ആരോ പിടിക്കാൻ വരുന്നു എന്ന് പറയുന്ന ഭീതി ജനിപ്പിച്ചിട്ടാണ് അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആവശ്യങ്ങൾക്ക് നിർണയിക്കുന്നതായിട്ട് ഇപ്പൊ ഈ ഫോണ് കണ്ടുപിടിക്കുമ്പോൾ ആയിരക്കണക്കിന് ജോലികളാ പോകുന്നത്. അല്ല, എങ്ങനെ പറ്റും? മറ്റേ ഒരു മാസം കൊണ്ട് നമ്മൾ ഒരു കത്തെഴുതി 4 ദിവസം കൊണ്ട് കത്ത് അവിടെ എത്തി. അവിടുന്ന് 4 ദിവസം കഴിഞ്ഞ് ആ കത്ത് തിരിച്ചു വന്നിട്ടാണ് ഈ സ്ഥലം വിൽക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതിന് തീരുമാനം എടുക്കുന്നത്. ഇത് 1 മിനിറ്റ് കൊണ്ട് നമ്മൾ ഈ പണി മുഴുവൻ ചെയ്ത് എവിടെ അമേരിക്കയിൽ ഇരിക്കുന്നവരോടാണ് ഇത് പറയുന്നത്. ആയിരക്കണക്കിന് ട്രാൻസാക്ഷൻ ആണ് നമ്മൾ ഈ സെൽഫോൺ കൊണ്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അചിന്ത്യമാണ്. പണ്ട് അന്ന് 50 കൊല്ലം കൊണ്ട് സാധിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് സാധിക്കും. ഇങ്ങനെയാണ് സാങ്കേതിക വിദ്യയുടെ വികാസം. ഇത് എല്ലാവരുടെ ഉപയോഗമായി മാറ്റാതെ ആർക്കും കഴിയില്ല. ലോകത്ത് ഏത് മുതലാളി കാർ ഉണ്ടാക്കിയാലും ലോകവ്യാപകമായി വാങ്ങാനുള്ളവർ വേണമെന്ന് വിചാരിച്ചിട്ടല്ലേ അയക്ക് ഉണ്ടാക്കാനാക്കൂ.
വാങ്ങാൻ കഴിയാത്തവര് അവിടെ ഉണ്ടാക്കിയിട്ട് ഈ കാർ എങ്ങനെ വിൽക്കുന്നു എന്ന് പറയുന്നത്, ഇത് ഈ കാർ വിൽക്കേണ്ട ആവശ്യം ഇനി ഇല്ലെന്നുള്ളതാണ്. വിൽപ്പന വാങ്ങലെന്ന് നമ്മൾ ഈ പറയുന്ന സാധനം പൊതുവായി എല്ലാവർക്കും ഉപയോഗിക്കുന്നിടത്തേക്ക് ഇത് മാറും. അപ്പൊ ഈ കാശ് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് അത് എന്റേതാക്കി വെച്ചിരിക്കുന്ന പഴയകാല സ്വർണങ്ങളൊക്കെ സൂക്ഷിക്കുന്ന രാജാക്കന്മാരാകുന്നവരെ ഉള്ള ബോധത്തിനകത്താണ് ഈ വിഷയങ്ങൾ മുഴുവൻ കാണുന്നത്. ഇതുകൊണ്ടാണ് ഇത് കൊടുക്കുക. അല്ലാതെ ഇയാൾക്ക് എത്ര സ്വത്തുണ്ടായാലും ഇയാൾക്ക് ഒരു കട്ടിലയിലേ കിടക്കാനൊക്കെ ഉള്ളൂ, ഒരു കാറിനകത്ത് യാത്ര ചെയ്യാനൊക്കത്തുള്ളൂ. അത് ജീവൻ നിർണ്ണയിക്കുന്ന ഒരു സ്ഥലമാണ്. അത് നമുക്ക് എത്ര സ്വത്തുണ്ടായിട്ടും കാര്യമില്ല. അത് വെറുതെ മറ്റുള്ളവരുടെ ഫോർബ്സ് മാഗസിനകത്ത് 1ാം സ്ഥാനം 2ാം സ്ഥാനം എന്ന് പറയുന്നതിനുള്ള ഒരു മിഥ്യാബോധത്തിനകത്തുള്ള ജീവിത നിലവാരം മാത്രമേ ഉള്ളൂ. അല്ലാതെ കൂടുതൽ ചെയ്യാനൊക്കത്തില്ല. സ്വർണം വെച്ച് ചപ്പാത്തി തിന്നാക്കത്തില്ല. ഇതൊക്കെ നമ്മൾ ഉപയോഗശൂന്യമായ കാര്യങ്ങളാണ്. ഈ സ്വർണ്ണ കസേര ഉണ്ടാക്കുക എന്നൊക്കെ ആളുകൾ എന്ത് ചെയ്യുന്നെന്ന് ഒരു ഇല്ലാത്തുണ്ട്. ചന്തി നോക്കാത്ത നല്ലോണം ഇരിക്കാൻ പറ്റുന്ന കംഫർട്ടബിൾ ആയ ഒരു കസേരയല്ല അത്. സ്വർണ്ണ കസേരയ്ക്ക് ഒരു മൂല്യവും കൂടുതലില്ല. തെറ്റായ മൂല്യബോധം കൊണ്ടാണ് ആൾക്കാർ ആ വിഷയങ്ങൾ അങ്ങനെ തിരിതിരിക്കുന്നത്. നമ്മൾ അത് മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് ഈ സാങ്കേതിക വിദ്യ വികസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ജീവിത നിലവാരവും ഒന്നിച്ചു ഉയരുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടത്. സംഭവിക്കാതിരിക്കുന്നത് പഴയകാല ബോധം കൊണ്ടാണ്. ഇപ്പൊ ധനം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ട് ചെയ്യുന്നതിനുള്ള പറഞ്ഞാൽ ഒരു ബാർട്ടർ സിസ്റ്റത്തിന് പകരം കണ്ടുപിടിച്ചതല്ല. ധനത്തിന് വേറെ മൂല്യമൊന്നുമില്ല. ഒരു പട്ടിക്ക് നിങ്ങൾ സ്വർണം കൊടുത്തു നോക്കുക, അത് എടുക്കത്തില്ല. അതുകൊണ്ടാണ് അങ്ങനത്തെ മൂല്യം അല്ലത്. നമ്മൾ നിർമ്മിച്ച മനുഷ്യനിർമ്മിത, ഞാൻ നേരത്തെ ദൈവത്തിനെ പറഞ്ഞ പോലെ മനുഷ്യനിർമ്മിതമായ മൂല്യമാണ്. മനുഷ്യരുടെ സങ്കല്പനമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ദൈവം എന്റെ ദൈവം ഉണ്ടാകുന്നത് ലോകത്തിന്റെ യാഥാർത്ഥ്യമാണെന്നുണ്ടെങ്കിൽ അങ്ങനല്ല. അത് നമുക്ക് കൃത്യമായിട്ട് എല്ലായിടത്തും ഒരുപോലെ ഉണ്ടായേനെ. വെള്ളം 100 ഡിഗ്രി സെന്റിഗ്രേഡിൽ തിളയ്ക്കുന്നു എന്ന് പറയുന്ന അറിവ് ഈ ഭൂമിത്തരകയിൽ ഇരിക്കുന്ന സ്ഥലത്താണെങ്കിൽ അങ്ങനെ തന്നെയായിരിക്കും. പ്രഷറും ടെമ്പറേച്ചർ മാറുന്നിടത്ത് വരുമ്പോൾ അത് പോരാതെ വരും. ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ നിലവാരത്തിലുള്ള അറിവിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അതൊരിക്കലും മനസ്സിലായാല് ഈ സാധാരണ ആളുകൾ പറയുന്ന ഇത്തരത്തിലുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പൊ നാളെ നമ്മൾ ഇതൊന്നും ചെയ്യാൻ ഇഷ്ടമുള്ളത് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ ലെഷർ ടൈമാണ് വർദ്ധിക്കുന്നത്. 16 മണിക്കൂർ അടിയാളരായി പണിയെടുത്തു 8 മണിക്കൂറാക്കി മാറ്റി. ഇന്നത് 5 മണിക്കൂറും 4 മണിക്കൂറും ആക്കി മാറ്റുക എന്നുള്ളതാണ്. അങ്ങനെ ലെഷർ ടൈം കൂട്ടി ഇഷ്ടമുള്ളത് ചെയ്യുന്ന മനുഷ്യ സമൂഹത്തിനെ നിർമ്മിക്കുന്ന പ്രക്രിയക്കകത്താണ് നമ്മൾ ഈ സാങ്കേതിക വിദ്യയുടെ വികാസം നിൽക്കുന്നത്. അത് മറ്റുള്ളവരെ ഉപയോഗിക്കുന്ന യുക്തിക്കകത്ത് നിൽക്കുന്നതുകൊണ്ടാണ് അതിപ്പോഴും നമ്മുടേതല്ലാതായി നിൽക്കുന്നത്. മനസ്സിലായി. ഈ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് എന്താണ് ഇപ്പൊ ഭയങ്കര ചർച്ചയാണല്ലോ ഇപ്പൊ? മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്ന ഒരു ഡിസ്കഷൻ പോലും നമുക്ക് പാടില്ല, ആവശ്യമേ ഇല്ല. കാരണം അത് മലയാളിയും തമിഴനും ഇവിടെ ഇല്ല. ഇവിടെ ഇന്ത്യക്കാരുണ്ടെന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞതിന് ശേഷം ഇതിനെന്ത് മുല്ലപ്പെരിയാർ ഡാം? ലോകത്തുണ്ടാക്കുന്ന ഏത് സാധനത്തിനകത്തും ഇത്തരത്തിലുള്ള ഗുണവും ദോഷവും ഉള്ള വശങ്ങൾ ഉണ്ടാകും. അതിനാണ് എക്സ്പെർട്ട് കമ്മിറ്റികൾ ഉണ്ടാക്കുന്നത്. അതിന് എഞ്ചിനീയേഴ്സാണ് തീരുമാനിക്കേണ്ടത്. അതല്ലാതെ നമ്മളെ തമിഴര് നമ്മുടെ വെള്ളം കൊണ്ടുപോകുന്നതൊക്കെ പറയുന്ന ചർച്ചയൊക്കെ ചർച്ച എന്നുവെച്ചാല് എവിടെ കിടക്കുകയാണ് ഈ മനുഷ്യർ? ഇത്രയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ കാലഘട്ടത്തിന്റെ ഒരു ബോധത്തിനകത്തു നിന്നാണ് അത് ഡിസ്കഷൻ നമുക്ക് വരുന്നത്. അതിന് ആർബിട്രറി, അതിന് കമ്മീഷനും എല്ലാം ഉണ്ടാക്കിയിട്ടില്ലേ? അതിന് എക്സ്പെർട്ട് നോളജ് ഉള്ള ആൾക്കാർ ചെയ്യുന്നില്ലേ? അവർ ചെയ്യാൻ അതിനകത്തുള്ള ഡിസ്കഷനകത്ത് നമുക്ക് പൊതുവായിട്ട് ഇത് മറ്റുള്ളവർ പറയുന്ന തരത്തിൽ അല്ല, എനിക്കൊരു അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത് രേഖപ്പെടുത്താം. പക്ഷെ മലയാളികളായും തമിഴരായിട്ടല്ല. സാങ്കേതിക വിദ്യയിൽ വികാസത്തിനകത്ത് ഈ ഡാം ഇവിടെ നിന്നാൽ അത് പൊട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്ന മലയാളി ബോധത്തിൽ നിന്നുള്ള ഇതുകൊണ്ടല്ല, ശാസ്ത്രീയമായ അറിവിനകത്ത് ഈ ഡിസ്കഷൻ നടത്തേണ്ടി വരും. കമ്മിറ്റിക്കകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഇത് നമ്മൾ ഇങ്ങനെയാണോ ചെയ്യേണ്ടതെന്ന് ശാസ്ത്രജ്ഞന്മാരുടെ ഡിബേറ്റിനകത്ത് നിൽക്കേണ്ട ഒരു ഇഷ്യൂ ആണ്. അതല്ലാതെ നാട്ടുകാരുടേതല്ല. ശരിയാണ്. ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലാത്ത ആൾക്കാരാണ് വെറുതെ അതേ പറഞ്ഞ അവർ ആ അഭിപ്രായം പറയുന്നതിന് അവർക്ക് ഒരു അറിവും അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല, അറിഞ്ഞുകൂടാത്തതാണ്. അതുകൊണ്ട് അതിന്റെ തീരുമാനങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ പറയേണ്ടതാണ്. പക്ഷെ ഇൻഫർമേഷൻ ഉണ്ടാക്കുന്നവർക്കൊക്കെ പറയാം, ഡിസ്കസ് ചെയ്യേണ്ട എന്നുള്ളതല്ല, പക്ഷെ എവിടെ നിന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളതാണ് പറയുന്നത്. ഞാനും അഭിപ്രായം പറയത്തില്ലേ? ഇപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ അഭിപ്രായം പറയുന്നില്ലേ? ആ അഭിപ്രായം പറയാനുള്ള അവകാശം നമുക്കുണ്ട്. പക്ഷെ അതിന് മീനിങ് ഫുൾ ആകണമെന്നുണ്ടെങ്കിൽ ഈ ഡാമുകളെ പറ്റി പഠിച്ച് അത് ആ ഏരിയകളിനകത്ത് നിൽക്കുമ്പോൾ അവരെടുക്കുന്ന തീരുമാനം, അതുകൊണ്ട് എക്സ്പെർട്ടുകൾക്ക് പകരമാകത്തില്ല നമ്മൾ. അത് പഴയകാല ബോധം കൊണ്ടും മലയാളികളായിട്ടിരുന്നുകൊണ്ടും ഉണ്ടുകയാണ് ചെയ്യുന്നത്. മലയാളികൾ ഇവിടെ എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? 1950 മലയാളി ഉണ്ടായത്.
അവർക്ക് എന്തിനാണ് ഇതിനെപ്പറ്റി ചർച്ച ചെയ്യേണ്ട കാര്യം? ശരിയാ. തിരുവിതാംകൂറുകാരനും കൊച്ചിക്കാരനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന പാർട്ടികളാണ് മലയാളികളാണെന്ന് പറഞ്ഞോട്ട് പറയുന്നത്. മലബാറുകാരന് എന്താണ് തിരുവിതാംകൂറുകാരനെ വെറുക്കുന്നവരാണ് മലയാളികൾ, എന്നിട്ടാണ് മലയാളികൾ ഉണ്ടെന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മളെ ഇതുകൊണ്ടാണ് ക്രിയേറ്റ് ചെയ്ത വാല്യൂ എന്നുള്ളത് മാത്രമേ ഉള്ളൂ, വേറെ മീനിങ് ഒന്നും അതിനില്ല. നമ്മുടെ ചർച്ച നമ്മുടെ ഇഷ്യൂ അല്ല, നമ്മുടെ ഇഷ്യൂ അല്ല. ഞാൻ ഒരു വർത്തമാനം കേട്ട്, പണ്ട് മോഹൻലാൽ നടന്നുണ്ടായതുകൊണ്ട് ഞാൻ സിനിമ കാണാറുണ്ട്, ഇപ്പോൾ മോഹൻലാൽ നടന്ന് ഉള്ളതുകൊണ്ട് സിനിമ കാണാറില്ല എന്ന് പറയുന്നത് കേട്ടു. എന്താണ്? മോഹൻലാൽ എന്ന് പറയുന്ന നടൻ ഉണ്ടായതുകൊണ്ട്, നടൻ കാരണം ഞാൻ സിനിമകൾ കാണുമായിരുന്നു, പുള്ളിയുടെ സിനിമകളാണ്. ഇപ്പൊ മോഹൻലാൽ നടന്ന പഴയ മോഹൻലാൽ ഒരുപാട് മാറ്റം വന്നതാണ് ഉദ്ദേശിച്ചത്. അല്ല, അത് ഞാൻ പറഞ്ഞത് മോഹൻലാലുമായിട്ട് ബന്ധപ്പെട്ടതല്ല ആ വിഷയം. മോഹൻലാൽ നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും അറിയപ്പെടുന്ന ആളായതുകൊണ്ട് നമ്മൾ ഡിസ്കഷൻ പോയിന്റ് ആയിട്ട് എടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ മോഹൻലാൽ മമ്മൂട്ടിക്കും അത് ചേരും എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റ് ഉണ്ടായി സ്ക്രിപ്റ്റിന് അനുസൃതമായി അഭിനയിക്കുന്ന നടന്മാരാണ് ലോകത്തുള്ളത്. അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം നടന്മാർക്ക് വേണ്ടി സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നിടത്തേക്ക് മാറിയതിനെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പൊ നടന്മാരുടെ സാമൂഹികമായിട്ടുള്ള അറിയപ്പെടുന്നു എന്ന് പറയുന്നത് കൊണ്ട് അതിനെ വിലക്ക് വിൽക്കാൻ പറ്റുമെന്ന് കണ്ടെത്തിയവരുടെ ഉണ്ടാക്കുന്ന സ്ക്രിപ്റ്റാണ് ഇന്ന് നമ്മൾ കാണുന്ന സിനിമ ഒരു ദോഷം ഉണ്ടാക്കുന്നത്. മറ്റേതങ്ങനല്ല. സ്ക്രിപ്റ്റുകള് ഒരാളിരുന്ന് അതിന് വേണ്ട ആൾക്കാർ കണ്ടെത്തുകയാണ്, അതിന് കാസ്റ്റ് വെച്ചിട്ടാണ് സ്ക്രിപ്റ്റിലേക്ക് പോകുന്നത്. ഈ ഒരു പ്രശ്നം കൊണ്ടാണ് ഞാൻ അതിനെ എതിർക്കുന്നത്. അത്രേ ഉള്ളൂ. അല്ലാതെ നമുക്കെന്താ മോഹൻലാലിന് സത്യത്തിൽ ഇപ്പൊ ഞാൻ അനുഭവിക്കുന്ന മോഹൻലാലിനെ എന്തോ ചെയ്തതാണോന്ന് എനിക്ക് അറിഞ്ഞൂടെ. എന്തായാലും അദ്ദേഹത്തിന്റെ മുഖത്ത് എക്സ്പ്രഷൻസ് പോയ ഒരു സംഭവമുണ്ട്. അത് കാരണം കൊണ്ട് ഷാറിന്റെ മോളെ കണികുശത്തി ഒരു കാലത്ത് മോഹൻലാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു, ഇപ്പൊ അത്ര ഇല്ലെന്നാണ്. അല്ല, അത് ഈ നേരത്തെ പറഞ്ഞ കാരണം കൊണ്ടാണ് ഈ ക്യാരക്ടേഴ്സ് മാറി വരുന്നത്, അവർക്ക് വേണ്ടി സിനിമ ഉണ്ടാക്കുന്നത്. ആ സ്ഥലത്ത് മറ്റേതല്ല, മോഹൻലാലിന്റെ മുഖം കൊണ്ട്, അദ്ദേഹത്തിന് പിരിയം കൊണ്ട്, കണ്ണുകൊണ്ട്, മൂക്കിന്റെ തുമ്പ് കൊണ്ടൊക്കെ അഭിനയിക്കുമായിരുന്നു. ആ സാധനം കാണുന്നില്ല. ഇപ്പൊ ശരീരം കൊണ്ട് മാത്രമേ അദ്ദേഹം അഭിനയിക്കുന്നുള്ളൂ. അത്തരത്തിലൊരു ലോസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ അങ്ങനെയാണെന്ന്, എനിക്ക് വളരെ ഇഷ്ടമുള്ള ആളാണ് അഭിനയക്കാരൻ എന്നുള്ള നിലവാരത്തിൽ. വ്യക്തി എന്നുള്ള നിലവാരത്തിൽ ഞാൻ അയാളുമായിട്ട് ഒരു യോജിപ്പില്ല. അത് വേറെ വിഷയമാണ്. ആക്ടർ എന്നുള്ള നിലവാരത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അയാൾ ഇപ്പോഴും ഈ എന്താണ് ശബരിമല പോയി എനിക്കതൊന്നും ഒരു ആധുനിക മനുഷ്യനെ അല്ല അയാള്. അത് ഈ പറയുന്ന മമ്മൂട്ടി ഇതെല്ലാം അത് തന്നെയാണ്. ഈ ആള് അവരെ ഒരു ലെയർ അല്ലാതെ ഞാൻ എനിക്കില്ല. ആക്ടിങ് മാത്രം ഞാൻ ഈ പറയുന്ന അവരുടെ അഭിനേതാക്കൾ എന്നുള്ള നിലവാരത്തിൽ എനിക്ക് അവരെ ഇഷ്ടമാണ്. അത് വേറെ ആളുകളുടെ കയ്യിൽ നല്ല കരുക്കളായി അവരിയ്ക്കുമ്പോഴാണ്. വ്യക്തികൾ എന്നുള്ള നിലവാരത്തിലൊന്നും അവരോടൊന്നും എനിക്ക് ബഹുമാനങ്ങളൊന്നുമില്ല. അതൊന്നും ബഹുമാനം ഉണ്ടാക്കുന്ന അവർ സംസാരിക്കുന്ന കാര്യം, അതൊന്നും ഞാൻ അവർ പറയുന്ന അഭിപ്രായങ്ങൾ അതൊന്നും എനിക്ക് എടുക്കാൻ പോലും പറ്റത്തില്ല. ആ നിലവാരത്തിൽ എനിക്ക് വിലയൊന്നുമില്ല. അത് വേറെ വിഷയമാണ്. പക്ഷെ ചില കാര്യങ്ങൾ നമ്മളിപ്പോ ഒരാളൊരു കാര്യം ചെയ്യുമ്പോൾ, ഒരു എഞ്ചിനീയർ ഒരു പാലം പണിയുന്ന സമയത്ത് അയാൾ വീട്ടിൽ വന്ന് ഭാര്യ അടിക്കുന്ന ആളായിരിക്കും. അതിനകത്ത് ഞാൻ നല്ല പാലം ഉണ്ടാക്കുന്ന കാരണം കൊണ്ട് ഞാൻ ഇത് സമ്മതിക്കണം എന്ന് പറയുന്നത് അങ്ങനെ എടുക്കാനൊക്കത്തില്ല. അത് വേറെ വിഷയമാണ്. അത് കൂട്ടിക്കഴിക്കണം നമ്മൾ. മോഹൻലാൽ നല്ലൊരു നടനാണ്. ആ നിലവാരത്തിൽ നമ്മൾ ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ആളാണ്. പക്ഷെ അയാളുടെ ജീവിതത്തിന്റെ മറ്റു വശങ്ങളുണ്ട്, അതിനോട് യോജിപ്പില്ല. അതുകൊണ്ട് വ്യക്തി എന്നുള്ള നിലവാരത്തിൽ ഞാൻ അങ്ങനെ ബഹുമാനിക്കത്തില്ല. അറിയപ്പെടുന്ന ആളുകളെ ബഹുമാനിക്കുന്ന ആളല്ല. അയാളെക്കാളും അറിയപ്പെടുന്ന ആയിരക്കണക്കിന് പേര് ലോകത്ത് അവരൊന്നും ബഹുമാനിക്കാൻ ഇട്ടത് ഇപ്പോഴും നമുക്കറിയാം. അപ്പൊ അതുപോലെ നമ്മൾ ബഹുമാനിക്കട്ടെ. അതുപോലെയാണ് സാർ പറഞ്ഞ യേശുദാസ് നല്ല ഗായകനാണ്, പക്ഷെ വിവരമില്ല. അയാള് ജീൻസ് ഇടുന്ന പെൺപിള്ളാരെ പറ്റിയൊക്കെ പറയുന്നത് അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വാല്യൂ എങ്ങനെ എടുക്കുന്നത്? പാടാനറിയാം. ഞാൻ പറഞ്ഞാല് പാടാൻ അറിയുന്ന ആള് നമ്മൾ ആ പാട്ടുകാരൻ എന്നുള്ള നിലവാരത്തിൽ കൊടുക്കുന്ന സാധനം മറ്റ് മേഖലകളിൽ അവർക്ക് കൊടുക്കണമെന്ന് പറയുന്നത് സാധ്യമല്ല. അത്രമാത്രമായി പറയുന്നത്. ബിരിയാണി സിനിമ കണ്ടോ? കണ്ട്. ഇഷ്ടപ്പെട്ടു. കണികുശത്തി ഇത് കണ്ടോ? ഓൾ വി ഇമാജിൻ വിത്ത് ലൈറ്റ് കണ്ട്. കണിയുടെ ഇനിയുള്ള എന്താണ് ലക്ഷ്യം? എന്താണ് അതെനിക്ക് അറിഞ്ഞോട്ടെ. അത് ചോദിക്കുന്ന ചോദ്യം ഞാനിതിനെ പറ്റി ഇതുവരെ ചോദിക്കാറില്ല. അത് ഞാൻ 20 വയസ്സ് വരെ വളർത്തിയ ആള് എന്നുള്ള നിലവാരത്തിൽ പിന്നെ അവള് ചെയ്യുന്ന കാര്യങ്ങളില് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലവാരത്തിൽ അവളെ കാണിക്കുന്ന കാര്യങ്ങൾ അത് സിനിമയാണെന്ന് എനിക്കറിയാം. മോഹൻലാൽ 17 പേരെ ഇടിച്ചെടുത്തില്ലെന്ന് എനിക്കറിയാം. കനി അഭിനയിക്കുന്നത് കണ്ടിട്ട് അതാണ് അവളെന്ന് തെറ്റിദ്ധരിക്കാനുള്ള വിവരങ്ങൾ. അത്രയേ ഉള്ളൂ. ഈ ഫാമിലിയിൽ സിസ്റ്റം ആവശ്യമുണ്ട്. അതൊരു വളരെ ഇടുങ്ങിയ മനസ്സല്ല, അങ്ങനെ സിസ്റ്റം വേണം. ഫാമിലി നമ്മൾ ഏതെങ്കിലും ഒരു സിസ്റ്റം ഉണ്ടായിരിക്കും. പുതിയ സിസ്റ്റം ആകണമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഫാമിലി എന്ന് പറഞ്ഞത് എത്രയോ തരത്തിലുണ്ടായിരുന്നു. ഗോത്രത്തിനകത്ത് ഏത് ഫാമിലിയാണ് ഉള്ളത്?
ഗോത്രത്തിനകത്ത് അച്ഛൻ എന്ന് പറയുന്ന ആളെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇല്ല. ഒരു കൂട്ടം അമ്മമാരുടെ മക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛൻ എന്ന് പറയുന്ന ഒരാളെ ഇല്ല. അച്ഛൻ എന്ന് പറയുന്ന ആളൊക്കെ ഉണ്ടാകുന്നത് കൃഷി സമൂഹത്തിനകത്താണ്. എന്നുവെച്ചാൽ നമ്മളാണ് കുട്ടിയെ ഉണ്ടാക്കുന്നതിനകത്ത് പങ്കുണ്ട് എന്ന് തിരിച്ചറിയുന്ന മാത്രമല്ല, നമ്മുടെ പങ്കാണ് വലുതെന്ന് വിചാരിക്കുന്ന പുരുഷന്മാരുണ്ടായത് ആണ് കൃഷി സമൂഹം എന്ന് പറയുന്നത്. അങ്ങനെയാണ് അച്ഛന്മാരുടെ സ്വത്ത് പങ്കുവയ്ക്കുന്ന ഒരിടം മാത്രമാണ് ഫാമിലി എന്ന് പറയുന്നത്, പഴയകാല ഫാമിലി. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ ജനാധിപത്യ സമൂഹത്തിനകത്ത് തുല്യരായ പൗരന്മാരുടെ ഫാമിലി ഉണ്ടാകേണ്ടതുണ്ട്. അത് ഇതുവരെ നമുക്ക് എന്ന് പറഞ്ഞാൽ ഒരു കല്യാണക്കുറി, ഞങ്ങൾ വിവാഹിതരാകുന്നു നിങ്ങൾ വരണം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോഴും കാണാൻ എനിക്ക് തോന്നുന്നത് 1000 അടിക്കുന്നതിനകത്ത് ഒരെണ്ണം കാണുമായിരിക്കും. പക്ഷെ അങ്ങനെ ഞാൻ കല്യാണക്കുറി ഇപ്പോഴും ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങൾ വിവാഹിതരാകുന്നു നിങ്ങൾ വരൂ എന്ന് പറയുന്ന ആ ആക്ടേഴ്സ് ഉണ്ടായിട്ടില്ല ഇതുവരെ. വല്ലവരും കല്യാണം കഴിപ്പിക്കുന്ന ആളുകളാണ് ഇപ്പോഴും ഉള്ളത്. അമ്മയും അച്ഛനും തീരുമാനിച്ച് നടത്തുന്ന കല്യാണത്തെ പറഞ്ഞാൽ വ്യക്തികളായിട്ടില്ലാത്തവരുടെ കല്യാണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ജനാധിപത്യ സംസ്കാരമല്ല. ഞങ്ങൾ വിവാഹിതരായി, ഇത് ആഘോഷമായിട്ട് ഞങ്ങൾ വെക്കുന്നത്, നിങ്ങളെല്ലാവരും വരൂ എന്ന് വിളിക്കുന്ന കപ്പിൾസ് ഉണ്ടാകുമ്പോഴാണ് ജനാധിപത്യപരമായിട്ടുള്ള വിവാഹം. അത് പുതിയ ഫാമിലിയാണ്. ആ ഫാമിലി ഉണ്ടാകണമെന്നുള്ളതാണ് പറയുന്നത്. അല്ല ഫാമിലി വേണ്ട എന്നുള്ളതല്ല. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ലഹരി പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ അറിയുന്നതിന് ഇപ്പൊ ഒരു പശു പുല്ല് തിന്നുന്ന സമയത്ത് സൈക്കഡലിക് ഫിലോസിൻ എന്ന് പറയുന്ന അത് ഉള്ള ഒരു കൂണ് തിന്നു പോകും. അപ്പോഴൊക്കെ അതിന്റെ ബ്രെയിനെ ഒക്കെ ബാധിക്കുന്നുണ്ടാവും. ഇതുപോലെ തന്നെ ഈ പല ഇത് ഫെർമെന്റ് ചെയ്യപ്പെട്ട സാധനങ്ങളെല്ലാം തിന്നുന്ന എല്ലാ ജീവികളും ചെയ്യുന്നതല്ലേ. ഇതൊക്കെ നമ്മുടെ എവല്യൂഷണറി പ്രോസസ്സിനകത്ത് ആവശ്യമായി വന്നിട്ടുള്ള നമ്മുടെ തന്നെ ഈ ബ്രെയിൻ ഡെവലപ്മെന്റിനെ സഹായിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുള്ള സാധനങ്ങളൊക്കെയാണ് ഇതൊക്കെ. ഇതുകൊണ്ടാണ് നമ്മൾ മനുഷ്യൻ എന്ന് പറയുന്ന എല്ലാ ഗോത്രങ്ങളും ദൈവത്തിനെ ഉണ്ടാക്കിയതുപോലെ തന്നെയാണ് ഈ സാധനങ്ങൾ ഉപയോഗിക്കുന്നത്. സോമരസം എന്ന് പറഞ്ഞിട്ട്, ശിവമൂലി എന്ന് പറഞ്ഞിട്ട് ഒക്കെ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ്. ആ ഉപയോഗിച്ചിരുന്നത് പക്ഷെ അമിതമാകാതിരിക്കണം. അമിതമായാൽ അമൃതം വിഷം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ടല്ലോ. അമിതമാകാതിരിക്കണം എന്ന് പറയുന്ന നിയന്ത്രണങ്ങളുമായിട്ട് തന്നെയായിരുന്നു അതെല്ലാം നിന്നിരുന്നത്. ഈ മേഖലയാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ടത്. അല്ലാതെ ലഹരി പദാർത്ഥം വേണോ വേണ്ട എന്നുള്ളതല്ല, റെഗുലേറ്റഡ് ആയിട്ട് അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. ലഹരി ബ്രെയിൻ ഡെവലപ്മെന്റിന് നല്ലതാണെന്നാണോ പറഞ്ഞത്? നല്ലതാണോ അല്ലയോ എന്നുള്ള കാര്യം ഇയാൾക്ക് അറിയാവോ? അറിഞ്ഞൂടാ. അപ്പൊ അറിഞ്ഞൂടാലോ. അത് റിസർച്ച് ചെയ്യാനായിട്ട് അനുവദിക്കാതിരിക്കുന്നതാണ് ഇന്നത്തെ അവസ്ഥ. റിസർച്ച് ചെയ്യാൻ സമ്മതിച്ചിട്ടില്ലായിരുന്നു. 1960കളിലാണ് ഇതെല്ലാം നിരോധിച്ചത്. അത് അമേരിക്കക്കാർ നിരോധിച്ചതാ, അല്ലാതെ ഇന്ത്യക്കാർ നിരോധിച്ചതല്ല. ഇന്ത്യക്കാർ അടിമകളായതുകൊണ്ടാണ് ഇവിടെ നിരോധനം ഏർപ്പെടുത്തിയത്. ഈ മേഖല എന്തുകൊണ്ടാണ് എല്ലാ ഗോത്രങ്ങളും ഇത് ഉപയോഗിച്ചിരുന്നത്? ഈ കഞ്ചാവ് ഹോളി എന്ന് പറയുന്നത്, അതിന് കഞ്ചാവ് എന്ന് പറയുന്ന സാധനത്തിന് എന്തുകൊണ്ടാണ് ശിവമൂലി എന്ന് വിളിച്ചിരുന്നത്? എന്തുകൊണ്ടായിരുന്നു അതിന് ഇരട്ട പേര് സ്വാമി എന്നായിരുന്നല്ലോ. എല്ലാ സന്യാസികളും ഇപ്പൊ ഈ എന്താണ് കുംഭമേളയ്ക്ക് പോയതിനെല്ലാം ഇതൊക്കെ ഉപയോഗിക്കുന്ന നമ്മൾ കാണുന്നില്ലേ? പാങ്ങ് കുടിക്കുന്നില്ലേ? ഇതെല്ലാം ചെയ്യുന്നില്ലേ? മദ്യം മയക്കുമരുന്നല്ലേ? അതെന്താ ഉപയോഗിക്കാത്തത്? എല്ലാവരും ഉപയോഗിച്ചോണ്ടിരിക്കുന്നത്, എല്ലാവരും ഇവിടെ ഗവൺമെന്റ് വിറ്റോണ്ടിരിക്കുന്നില്ലേ? അത് മയക്കുമരുന്നല്ല എന്ന് ഇയാളെ വിചാരിച്ചെന്താ? ഇയാൾ മയക്കുമരുന്നെന്ന് പറഞ്ഞാൽ അത് മദ്യമൊന്നും ഇല്ല. മദ്യവും മയക്കുമരുന്നെന്നാണല്ലോ പറയുന്നത്. എന്തുകൊണ്ട് അങ്ങനെ ഒരു ഡിവിഷൻ വന്നേ? ആർട്ടിഫിഷ്യലായ ഡിവിഷനാണത്. കാരണം അത് നേരത്തെ ഇവിടെ വിറ്റോണ്ടിരുന്ന വ്യവസായ കാരണം കൊണ്ട് നിരോധിക്കുമ്പോൾ ഇത് വെടുത്തരുമെന്ന് വിചാരിക്കുന്നതുകൊണ്ട് മാത്രമാണ്. വേറെ അർത്ഥമൊന്നുമില്ല. ഇതിന്റെ മുകളില് ഈ സാധനങ്ങൾ ഉപയോഗിച്ച് ആയിരക്കണക്കിന് മെക്കാനിസങ്ങൾ അതുകൊണ്ട് പലതരത്തിലെ ഗുണമുണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഈ 96 തൊട്ടാണ് അത് വീണ്ടും രണ്ടാമത് റിസർച്ച് ചെയ്യാൻ പറ്റിയത്. ആ റിസർച്ച് ചെയ്തുകൊണ്ടാണ് ലോകവ്യാപകമായിട്ട് ഇത്തരത്തിലുള്ള സാധനങ്ങൾ ആളുകൾക്ക് ഉപയോഗിക്കാം എന്ന് പറയുന്ന തരത്തിൽ ഇന്ന് കേക്കും ബിസ്ക്കറ്റും ആയിട്ടൊക്കെ യൂറോപ്പിലൊക്കെ ആൾക്കാർ കൊടുക്കുന്നുണ്ട്. അതെന്തിനാണ് അങ്ങനെ കൊടുക്കുന്നത്? ഭയങ്കര ബുദ്ധിജാലികളാണല്ലോ ഇവിടെ മലയാളികളായിട്ടിരിക്കുന്നവര്. അവരെന്താണ്? അപ്പൊ അതുകൊണ്ടാണ് ഇയാളെ ആ ചോദ്യം എന്ന് പറയുന്നത്. ഇത് ഉപയോഗിക്കാം. എന്താ എത്ര സംശയം? മദ്യം എങ്ങനെയാണ് ഉപയോഗിക്കുന്നേ? അതെങ്ങനെയാ ഉപയോഗിക്കുന്നേ? അത് അമിതമായ കഴിഞ്ഞാൽ കുഴപ്പമാണെന്ന് ഊതിച്ചു നോക്കിക്കുന്നത് എങ്ങനെയാണ്? അത് ഉപയോഗിച്ചിട്ട് ഓടിക്കരുതെന്ന്, വണ്ടി ഓടിക്കരുതെന്നാണല്ലോ, ഉപയോഗിക്കരുതെന്നല്ലല്ലോ പറയുന്നത്. ഡ്രൈവർ ഉപയോഗിക്കരുതെന്നാണ് പറയുന്നത്. വണ്ടി ഓടിക്കുന്ന ആള് വേറൊരാള്, അല്ലാതെ വണ്ടിക്കകത്ത് കിടക്കുന്നവരെല്ലാം ആളെ ഉപയോഗിക്കാതിരിക്കണമെന്ന് പറയുന്നുണ്ടാ? ഇത്രയേ ഉള്ളത്.
അല്ലാതെ അത്ഭുതകരമായ കാര്യമൊന്നും ഇതിനകത്ത് ഇല്ല. ഇത് ചില കാര്യം മാത്രം എന്തോ ഭയങ്കര, ഞാൻ അത് മദ്യം നിൽക്കുന്നവരുടെ മദ്യവിൽപ്പന പറയുമെന്ന് അറിയുന്നതാണ് കൊണ്ട് മയക്കുമരുന്ന് വേറെയാണെന്ന് പറയുന്നത്, അത്രേ ഉള്ളൂ. വേറെ ന്യായമൊന്നുമില്ല. അല്ല, എക്സ്റ്റസി എന്ന് പറഞ്ഞ് നമ്മൾ ഈ പറയുന്ന MDMA എന്ന് പറയുന്ന സാധനം, എക്സ്റ്റസി നേരത്തെ അതിന് ലോക്കൽ നെയിം, അതിന് MDMA എന്ന് പറഞ്ഞിട്ടൊക്കെ പറയുമ്പോൾ എന്തോ ഭയങ്കര സംഭവമാണെന്ന് തോന്നും. ആളുകൾ റിക്രിയേഷണൽ ആയിട്ട് ഉപയോഗിച്ച സാധനം മാത്രമാണത്. എന്നാൽ അതിന് സൈഡ് ഇഫക്റ്റ് ഇല്ല. മദ്യത്തിനുള്ളത് പോലെ തന്നെ സൈഡ് ഇഫക്റ്റ് ഇതിനുണ്ട്. MDMA അല്ല ലോകത്ത് എല്ലാ സാധനവും ലീഗലാക്കണം എന്നുള്ളതാണ്. അല്ലാതെ MDMA ലീഗലാക്കണം എന്നുള്ളതൊന്നും എനിക്ക് ചർച്ചയില്ല. അതിനകത്തുള്ള ഓരോ സാധനത്തിന്റെ വ്യത്യാസങ്ങളെ എങ്ങനെ കാറ്റഗറൈസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം അവരാണ് ചെയ്യേണ്ടത്. അത് 50cc വണ്ടി ഓടിക്കുന്നത് എവിടെ, 100cc വണ്ടി എങ്ങനെ ഓടിക്കേണ്ടത്, 250cc എവിടെ ഓടിക്കണമെന്ന്, 500cc വണ്ടി റോഡിൽ ഓടിച്ചിട്ട് ഒരു കാര്യമില്ല, പ്രയോജനരഹിതമാണത്. 200 കിലോമീറ്ററിൽ ഓടിക്കുന്ന നമുക്ക് അങ്ങനത്തെ റോഡില്ല. ആ റോഡിലുള്ളതെടുത്ത് 250 കിലോമീറ്ററും 500 കിലോമീറ്ററും ഉള്ള മത്സരം നടക്കുന്ന സ്ഥലമില്ലേ, അവിടെ ആ വണ്ടി ഓടിക്കണ്ടെന്ന് ഇയാൾ പറയുമോ? എവിടെ ഓടിക്കണമെന്നാണോ തീരുമാനിക്കുന്നത്? ഇത് ഒരു സാധനം ഇല്ല ഉപയോഗിക്കാത്ത, ലോകത്തുണ്ടോ ഉപയോഗിക്കാം. മനുഷ്യനിർമ്മിതമായ സാധനം ഉപയോഗിക്കാം. ഏത് ഭാഷയാണ് ഉപയോഗിക്കേണ്ടത്? ഇയാൾ പറ, ഏത് ഭാഷയാണ് ഉപയോഗിക്കേണ്ടത്? അപ്പൊ അത്രേ ഉള്ളു. നല്ല ഭാഷ ചീത്ത ഭാഷയില്ലെന്ന് മനസ്സിലായില്ലേ? അപ്പൊ ഒത്തിരി പഴയതാണെങ്കിൽ ധാരാളം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് വലിയ കഴിവുള്ള ഭാഷയായിട്ട് മാറുന്നത് അതിനകത്ത് എത്ര കോൺട്രിബ്യൂഷൻ ചെയ്തിരിക്കുന്നതനുസരിച്ചിട്ടാണ്. ഇങ്ങനെയാണ് ഈ ലോകത്തിന് മനസ്സിലാക്കേണ്ടത്. ശാസ്ത്രീയമായിട്ട് ഈ വിഷയങ്ങൾ സമീപിക്കുന്നത് വേണോ വേണ്ട എന്നുള്ളതല്ല. തനിക്ക് ഇത് ഉപയോഗിക്കാൻ, ഞാനൊരു വിരോധിയാണ്, ഈ മലയാളി ഉൽപ്പാദിപ്പിച്ച വിരോധി ആയതുകൊണ്ടാണ് ഈ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, വേറെ മീനിങ് ഒന്നും ഇല്ല. മലയാളി ചേട്ടനും അമ്മാവൻ സിൻഡ്രോം ഉള്ള ഒരുത്തനാണ് താൻ. അതുകൊണ്ടാണ് ആ ചോദ്യം ചോദിക്കുന്നത് തന്നെ. വേറെ അർത്ഥമൊന്നുമില്ല. ലോകത്ത് ഒരു വസ്തു ഉണ്ടെങ്കിൽ അത് എങ്ങനെ ഉപയോഗിക്കണം. കറണ്ട് അടിച്ചാൽ ചാകത്തില്ലേ? അതെങ്ങനെ വീട്ടിലെല്ലാം വെക്കുന്നത്? പറ. തൊട്ടാ അടിച്ചാൽ ഇവിടെ കുഞ്ഞുങ്ങളെ വളർത്തേണ്ടതല്ല സ്ഥലമല്ലേ? കറണ്ട് തൊട്ടാൽ അടിക്കത്തില്ലേ? എപ്പോഴെങ്കിലും അടിക്കാത്ത ഒരു സമയമുണ്ടോ? പിന്നെ എങ്ങനെ കുഞ്ഞുങ്ങളെ ആ വീട്ടിൽ വളർത്തും? അല്ല, അത് കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തും എന്ന് പറഞ്ഞാൽ തന്നാ മതി. അത്രേ ഉള്ളു. ഇത്രയായി പറയുന്നേ. ഈ യുക്തിയെ ലോകത്തുള്ളു. ഒരു സാധനം കഴിഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും അപകടകരമായ സാധനമാണ് ഗ്യാസും കറണ്ടും ഒക്കെ. അത് വീട്ടിനകത്ത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിപ്പിച്ച് അതിനകത്ത് വിരലിടാതെ നോക്കുന്നതും കമ്പി സൂചി കൊണ്ട് അതിനകത്ത് ദ്വാരത്തിൽ ഇടാതിരിക്കാനൊക്കെ നോക്കിയാണ് നമ്മളതെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത്. ഇതുപോലെ ഈ ലോകത്ത് ഉപയോഗിക്കാൻ കൊള്ളാവുന്ന കാര്യങ്ങൾ ലോകത്തുണ്ടോ അത് ഉപയോഗിക്കാവുന്നതാണ്. ഇത്രയാണ് മനസ്സിലാക്കേണ്ടത്. ഇത് ലോകത്തുള്ളതാണ്. മനുഷ്യനിർമ്മിതം എന്ന് പറയുന്നത് മനുഷ്യൻ ട്രാൻസ്ഫോം ചെയ്യുന്നു എന്നുള്ള അർത്ഥമേ ഉള്ളൂ. അത് മനുഷ്യർ ലോകത്ത് എന്തെങ്കിലും ഉണ്ടാക്കുന്നില്ല. ഉള്ളതിനെ നമുക്ക് അനുകൂലമായി രൂപമാറ്റം വരുത്തുന്നതിനാണ്. ഉള്ളതാണല്ലോ, പ്രപഞ്ചം ഉള്ളതാണ്, ഈ കാണുന്നതെല്ലാം ഉള്ളതാണ്. അത് നമുക്ക് അനുകൂലമായി രൂപമാറ്റം വരുത്തുന്നതിനെയാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. വെള്ളത്തിൽ ചാടാൻ പറ്റത്തില്ല, മൂക്കെ പിടിച്ച് കയറ്റാൻ പഠിപ്പിക്കുന്ന മലയാളി ബോധത്തിനകത്തുന്ന ചന്ത ചോദ്യം. വെള്ളത്തിൽ നീന്താൻ പഠിച്ചാൽ മതി, ഒളിമ്പിക്സിൽ പ്രൈസ് കിട്ടിയതിന്. അതിന് പകരം മുങ്ങിച്ചാകാനാണ് ഇന്ന് മലയാളികൾ ഉപയോഗിക്കുന്നത്. ഇത്രയും അറിയണം. മണ്ടക്കണയപ്പന്മാര് മലയാളികളോട് എനിക്ക് വേറൊന്നും പറയാനില്ല. ഇത്തരത്തില് ചോദ്യം ചോദിക്കും. ആ ചോദ്യത്തിന് മൂച്ച അതുകൊണ്ടാ. ഞങ്ങൾ രണ്ടുപേരുടെ കാര്യം പറഞ്ഞുകൊണ്ടിരുമ്പോ ഇടപെടാൻ തോന്നിപ്പോയത് എന്തുകൊണ്ടാ? മലയാളി ബോധം ഉടനെ പറഞ്ഞ മലയാളി ബോധം എന്ന് പറഞ്ഞ പഴഞ്ചൻ അനുസരണയുള്ള തെറ്റും ശരിയും അറിയാവുന്ന ഇത് ഇങ്ങനെ ഉപയോഗിച്ചുകൂടാ, ഇത് പറഞ്ഞുകൂടാ എന്ന് പറയുന്ന മോറൽ എന്ന് നമ്മൾ പറയുന്ന വളരെ ഇമ്മോറലായ മലയാളികളുടെ വരികളാണ്. മറ്റുള്ളവരെ അടിച്ചമർത്തി നന്നാക്കണമെന്ന് വിചാരിച്ച് ഉപയോഗിക്കണമെന്ന് വിചാരിക്കുന്നവരുടെ ആക്രോശമാണ് തന്റെ ചോദ്യമായി വന്നത്. അത്രയും. ഈ ഒരു പുരുഷനെ ഒരു സ്ത്രീയെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ കാണുമ്പോൾ അട്രാക്ഷൻ തോന്നുന്നു, നാച്ചുറൽ ആണല്ലോ. അപ്പൊ ആ വ്യക്തിയോട് അങ്ങനെ പറയാൻ പറ്റുമോ? ഐ ലൈക്ക് ടു സെക്സ് വിത്ത് യു അങ്ങനെ പറയാൻ പാടുമോ? അത് നിങ്ങള് ഒരു വീട്ടിലോട്ട് കയറാനായിട്ട് പോകുമ്പോ നിങ്ങളുടെ മുറിയിൽ ഇഷ്ടം പോലെ സാധനങ്ങൾ കിടപ്പുണ്ട്, നല്ല കസേര ഇരിപ്പുണ്ട്, എനിക്ക് ഇതുണ്ട്, ഞാൻ അങ്ങ് കയറിക്കോട്ടെ എന്ന് ചോദിക്കുന്ന പോലെ ചോദ്യമാണ്. അങ്ങനെ ചോദിക്കുവോ? നിങ്ങൾ നല്ല വീടാണ്, എനിക്ക് താമസിക്കാൻ സ്ഥലമില്ല, എനിക്ക് താമസിക്കാൻ ആവശ്യമുണ്ട്,
അപ്പൊ ഞാൻ ഈ വീട്ടിൽ കയറി താമസിച്ചു അട്രാക്ഷൻ തോന്നുന്നു നാച്ചുറൽ. മനസ്സിലായില്ലേ? അത് അട്രാക്ഷൻ ഒക്കെ ഈ വീടിന്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ ഇയാളങ്ങ് കയറി ചോദിക്കുവോ? ശരിയല്ല. അങ്ങനെ അതിപ്പം നമ്മൾ ആ ആളുകളെ പരസ്പരം അറിയണം. ഇതിനെയാണ് നമ്മൾ ഇൻഫോംഡ് കൺസെന്റ് എന്ന് പറയുന്നത്. കൺസെന്റ് ചോദിക്കുകയല്ല. ഈ കൺസെന്റ് എപ്പോ ചോദിക്കും എന്നുള്ളതാണ്, എങ്ങനെ ചോദിക്കണം എന്നുള്ളതാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഇൻഫർമേഷന്റെ അഭാവത്തിലുള്ള ചോദ്യമാണ് ഇയാൾ പറഞ്ഞത്. അത് ഇൻഫോംഡ് കൺസെന്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നതിന് പൗരബോധ നിർമ്മാണം എന്ന് പറയുന്ന കാര്യം പഠിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് റോഡ് എവിടെ ക്രോസ് ചെയ്യണമെന്ന് അറിയണം. എനിക്ക് അപ്പുറത്ത് പോകണമെന്നുള്ള എന്റെ ആവശ്യമാണ്. ഒറ്റ ഓട്ടോ അങ്ങ് കൊടുക്കുകയല്ല ചെയ്യുന്നത്. അതിന് സീബ്ര ലൈൻ ഉള്ള സാധനം. അപ്പൊ സീബ്ര ലൈനെ പറ്റി നമ്മളെ പഠിപ്പിക്കേണ്ടത് എങ്കിലും നമ്മൾ സീബ്ര ലൈനാണെന്ന് അറിയത്തുള്ളൂ. അല്ലാതെ ഇപ്പൊ നാട്ടിലുള്ള പാവം പിടിച്ച് വല്യമ്മ അതിലേ വന്നിട്ട് അവര് സീബ്ര ലൈൻ എന്ന് പറയുന്നത് എന്താണെന്ന് അവർക്ക് എന്ത് മനസ്സിലാവും? അപ്പൊ അവരെല്ലാവരും ഇപ്പൊ നമ്മുടെ നാട്ടിനകത്ത് ഏത് റോഡിനകത്ത് എവിടെ ആൾക്കാർ ക്രോസ് ചെയ്യും? വണ്ടി ഓടിക്കുന്നവൻ വണ്ടി നിർത്തിയിട്ട് ഉടനെ ക്രോസ് ചെയ്യും. ഇതെല്ലാം ചെയ്യുന്നത് അറിഞ്ഞുകൂടാത്തതുകൊണ്ട്. അപ്പൊ അറിവാണ് ആദ്യം. ഇൻഫർമേഷൻസ് കൊടുത്ത് ആളുകളെ രൂപപ്പെടുത്തിയിട്ട് പരസ്പരം അറിയുന്ന ആളുകള് ചോദിക്കേണ്ട ചോദ്യമാണ് ക്യാൻ ഐ ഹാവ് സെക്സ് വിത്ത് യു. അല്ലാതെ വഴിയെ നിൽക്കുന്ന ഒരാളോട് ചോദിക്കുന്ന ലൈംഗിക തൊഴിലാളിയോട് ചോദിക്കുന്ന ചോദ്യം. കാരണം വിൽക്കാനായിട്ട് റോഡിൽ സാധനം വെച്ചിരിക്കുന്ന ഒരാള് ആ സാധനത്തിന് എത്രയാണ് വില എന്ന് ചോദിക്കുന്ന ചോദ്യം കടയിലിരിക്കുമ്പോഴാ. ഒരു വീട്ടിൽ കയറി അവിടെ ഇരിക്കുന്ന കസേരയ്ക്ക് വില ചോദിക്കാൻ ഒക്കത്തില്ല. ഇത്രയേ ഉള്ളൂ. വേണ്ടിയിട്ടുണ്ട്. നല്ലൊരു അനുഭവമാണ്.